ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു കർക്കിടക മാസത്തിൽ രാമായണത്തിന് മുന്നിൽ, പ്രത്യേകിച്ചും ഈ വനദുർഗയുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുക, അത് ഒരു മഹാഭാഗ്യ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ ബാലകാണ്ഡവും മറ്റുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. എത്തി എവിടെ എത്തി? ആരണ്യകാണ്ഡത്തിലെത്തി. എന്താ ആരണ്യം? കാട്. ശരിക്കും ഈ രാമായണം എന്ന് പറയുന്നത് തത്വങ്ങളുടെ ഒരു കൂമ്പാര. എന്ത് തത്വങ്ങളാ പറയുന്നത്? വേദതത്വങ്ങളാണ് അതിൽ നിറഞ്ഞിരിക്കുന്നത്. കാരണം ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങളിൽ പറയുന്ന തത്വങ്ങൾ സാധാരണക്കാർക്ക് അത് ടഫ് സാൻസ്ക്രിറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മാമുനിമാർ എന്ത് ചെയ്തു? വേദങ്ങളിലെ സത്ത് കറന്നെടുത്ത് വെച്ച് 2 ഇതിഹാസങ്ങൾ സൃഷ്ടിച്ചു. അതിലൊന്നാണ് രാമായണം. രാമസ്യ അയനം, അതാണ് രാമായണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രാമായണത്തിലൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ തത്വങ്ങൾ മനസ്സിലാവണ്ടേ? നമുക്കങ്ങനെ വായിച്ച് പോകുമ്പോൾ തോന്നും ചിലപ്പെങ്കിൽ അയ്യോ ചില വാക്കുകൾ മനസ്സിലാവുന്നില്ലല്ലോ. അതിനു വേണ്ടിയാണ് നമുക്ക് ആചാര്യന്മാരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരികൾക്കിടയിലുള്ള വരികൾ അറിയാൻ കഴിയും. ഏതൊക്കെയാ വരികൾക്കിടയിലുള്ള വരികൾ? അതാണ് രാമായണത്തിലെ മണിമുത്തുകൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇന്ന് പറയാം. ഇന്ന് കിട്ടിയിരിക്കുന്ന ഭാഗം അഗസ്ത്യസ്തുതി മുതൽ രാവണമാരീച സംവാദം വരെയാണ്. ഇവിടെ രാമായണത്തിൽ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ കാണാം. അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് അഗസ്ത്യ മഹർഷി. ഒരുപാട് പക്ഷികളെ കാണാം, വാനരന്മാരെ കാണാം, രാക്ഷസന്മാരെ കാണാം. ശ്രീരാമചന്ദ്രൻ, പരമാത്മാവായ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ മായാ സീതയെ കാണാം, അനന്തനായ ലക്ഷ്മണനെ കാണാം. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് രാമായണത്തിൽ കാണാം. അതിൽ ഈ അഗസ്ത്യമുനിയുടെ പ്രത്യേകത എന്താ എന്ന് ചോദിച്ചാൽ, രാമായണത്തിൽ അഗസ്ത്യമുനി വലിയ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അത് ഈ സ്തുതിയിലല്ല കേട്ടോ. അഗസ്ത്യമുനിയാണ് ശ്രീരാമചന്ദ്ര സ്വാമിക്ക് രാവണനെ കൊല്ലുന്നതിന് വേണ്ടി ആദിത്യ ഹൃദയമന്ത്രം ഉപദേശിക്കുന്നത്. 3 ഉപദേശങ്ങളാ രാമായണത്തിൽ കാണുക. ഒന്ന് ലക്ഷ്മണോപദേശം. അത് എന്തോ ഭഗവതി എനിക്ക് തന്നെ ഒഴിഞ്ഞു വെച്ച മാതിരിയാ. കഴിഞ്ഞ വർഷം ആദ്യ ഭാഗത്തെ ലക്ഷ്മണോപദേശം കർക്കിടകം 6-ന്, ഇപ്പോൾ കർക്കിടകം 11-ന് രണ്ടാമത്തെ ലക്ഷ്മണോപദേശം. ആദ്യത്തെ ലക്ഷ്മണോപദേശം സാധാരണ കാര്യങ്ങളാ, ദേഹം നിമിത്തം ഒക്കെ പറയും. പക്ഷേ രണ്ടാമത്തെ ലക്ഷ്മണോപദേശത്തിൽ ലക്ഷ്മണൻ ചോദിക്കുന്നത് മുക്തിമാർഗം ഉപദേശിച്ചു തരണം ഭഗവാനെ. നമുക്കൊക്കെ എന്താ വേണ്ടത്? മുക്തി, മോക്ഷ വേണ്ടത്. അപ്പോൾ
ഇവിടെ അഗസ്ത്യമുനിയുടെ ഒരു ഉപദേശം കൂടാതെ ലക്ഷ്മണോപദേശം, മറ്റൊന്ന് വലിയൊരു ഉപദേശം രാമായണത്തിൽ കാണുന്നതാണ് താരോപദേശം. ഇങ്ങനെ 3 ഉപദേശങ്ങളാണ്. ഇവിടെ അഗസ്ത്യ മഹർഷിയെ കുറിച്ച് നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിക്കണം. കാരണം ഋഗ്വേദത്തില് അഗസ്ത്യമുനിയുടെ കഥ വരുന്നുണ്ട്, ഇങ്ങനെ അഗസ്ത്യമുനി ഉണ്ടായത് എന്ന്. കാരണം ഉർവശി എന്ന അപ്സരസിൻ്റെ സൗന്ദര്യം കണ്ട് ഈ 2 വ്യക്തികൾക്ക്, വരുണനും മൈത്രേയനും എന്ന് പറയും, അവർക്ക് സ്ഖലനമുണ്ടായി എന്നും ആ സമയത്ത്, അങ്ങനെ തന്നെയാ ശുഗന്റെയും കഥ, ആ രേതസ് എടുത്ത് ഒരു കുംഭം അല്ലെങ്കിൽ കുടത്തിലാക്കിയെന്നും അത് കാരണമാണ് കുംഭോത്ഭവൻ എന്ന് അഗസ്ത്യമുനിക്ക് പേര് വന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും രാമായണത്തിൽ കാണില്ല, പക്ഷേ വേദങ്ങളിലുള്ളതാ. അങ്ങനെയുള്ള അഗസ്ത്യ മഹർഷി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ രാമായണം എടുത്തു വെച്ച് നോക്കുമ്പോൾ ശബരി, നമ്മുടെ കേരളത്തിലെ ശബരിമല, അഗസ്ത്യാർകൂടം, അവിടെ അഗസ്ത്യമുനിയുടെ ഒരു ശില്പം നമുക്ക് കാണാം. എല്ലാം നമുക്ക് നമ്മുടെ ഭാരതവുമായി അങ്ങനെ ചേർത്ത് വെച്ച് ഒന്ന് വിശകലനം ചെയ്താൽ ഇത് സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. പലർക്കും വിശ്വാസം ഇല്ല. പലരും പറയും ഇതൊക്കെ കെട്ടുകഥകളല്ലേ, പുരാണം, പഴഞ്ചൻ എന്നാ പറയാ. പുരാണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? പുരാ അഭിനവം, അതാണ് പുരാണം. ഇവിടെ ഇതി ഇഹ ആസീത്, അതാണ് ഇതിഹാസം. ഇത് ഇവിടെ സംഭവിച്ചതാണ്. അതിൻ്റെ തെളിവാണ് ഉത്തർപ്രദേശിൽ നിന്നും, ഇപ്പോഴത്തെ നമ്മൾ അയോധ്യ എന്നിപ്പോൾ പറയുന്ന ഉത്തർപ്രദേശിൽ നിന്നും അങ്ങനെ യാത്രയായി എവിടെ വന്നു? നമ്മുടെ കേരളത്തിൽ വന്നു. കേരളത്തിൽ ശബരി താമസിച്ചിരുന്ന ശബരിമലയിൽ വന്ന് ശബരിക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം ശ്രീരാമചന്ദ്രൻ എങ്ങോട്ട് പോയി? ഇപ്പോഴത്തെ ലങ്ക, ശ്രീലങ്കയിലേക്ക് പോയി. ആ സേതുവൊക്കെ നമുക്ക് അവിടെ കാണാം. രാമേശ്വരം നമ്മൾ പോകുന്നുണ്ട്. രാമേശ്വരൻ എന്ന് പറഞ്ഞ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി അവിടെ പൂജ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് സത്യമായിരുന്നു എന്നങ്ങനെ വിളിച്ചു പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്. എങ്കിലും നമ്മൾ പലരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിൽ വിശ്വാസം വന്നു കഴിഞ്ഞാലോ, ഒരു കൽക്കണ്ടം കഴിക്കാത്ത വ്യക്തിയോട് കൽക്കണ്ടം മധുരാട്ടോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ കൽക്കണ്ടം, രാമനാമമാകുന്ന ആ കൽക്കണ്ടം എടുത്ത് നാവിലങ്ങോട്ട് വയ്ക്കുക. ആ മധുരം അറിഞ്ഞാ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ തോന്നും. കലികാലത്തിന്റെ പ്രത്യേകതയാ. പലർക്കും ഇവിടെ വന്ന് തൊഴുതാലും അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് കയറാൻ തോന്നില്ല. കാരണം എന്താണോ? മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. ഈ മായ കാരണം നമുക്ക് തോന്നുകയാണ് ഈ വിശ്വം ഇങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ വീട്, കുട്ടികള്, കുടുംബം, അമ്പലത്തിൽ പോയ എന്തേലുമൊക്കെ എന്താണ് ഒക്കെ ഗിവ് ആൻഡ് ടേക്ക് മെത്തേഡാ. 1 രൂപ നാണയം ഭണ്ഡാരത്തിൽ ചാർത്തിയിട്ട് ലക്ഷങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ച് വഴിപാടും കഴിച്ച് നമ്മൾ പോരും. അങ്ങനെ ഒരു സംസ്കാര. പക്ഷേ ഭഗവാൻ എന്താ വേണ്ടത്? ഭഗവാന് ഭക്തിയോട് കൂടിയ നമ്മുടെ ഈ മനസ്സ് മാത്രമേ വേണ്ടൂ. അപ്പോ ഭക്തി എന്താണ്? ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ. ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത് ജിജ്ഞാസ, അറിവ് ഉണ്ടാവുക. അതായത് ഇതെന്താണ്, ഭഗവാൻ എന്താണ്, ഇപ്പോൾ എങ്ങനെ എല്ലാവരും കാടാമ്പുഴ വന്ന് തൊഴുതു പോകുന്നത്? എന്താണ് അതിൻ്റെ ഐതിഹ്യം? എന്തിനാണ് രാമായണം വായിക്കുന്നത്? ഇപ്പോൾ ഒരു മാസത്തിൻ്റെ പേര് തന്നെ എന്താ? രാമായണ മാസം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രാമായണ മാസം ഇത്രയും നമ്മൾ ആചരിക്കാൻ കാരണം? അഗസ്ത്യമുനി ആരായിരുന്നു? അഗസ്ത്യന്റെ കഥ, ഒരു കഥ വരുന്നുണ്ട്, രാമായണത്തിൽ വരുന്നതല്ല എങ്കിലും ഒന്ന് സൂചിപ്പിക്കാം. വാതാപിയുടെ കഥ അറിയാലോ. വാതാപി എന്ന് പറയുന്ന, ഇല്വലൻ എന്ന് പറയുന്ന 2 അസുരന്മാര് വഴിയെ പോകുന്നവരെ എല്ലാവരെയും തടഞ്ഞു നിർത്തി, വരൂ ക്ഷീണം തീർത്ത് പോവാം എന്ന് പറയും. എന്നിട്ടോ ഭക്ഷണം കൊടുക്കാൻ സമയത്ത് ഈ വാതാപിയെ വെട്ടി കഷ്ണാക്കി, ആടിന്റെ രൂപത്തിൽ നിൽക്കൂത്രേ വാതാപി, കറി വെച്ചു കൊടുക്കും. ഇത് കഴിക്കുന്ന വ്യക്തികളോ സുഖമായി സന്തോഷമായി. പണ്ടൊന്നും പറഞ്ഞ ഈ ഹോട്ടൽ സിസ്റ്റം ഇല്ലേ. അപ്പൊ എന്താ ചെയ്യാ? ഓരോ സത്രങ്ങളാ. അപ്പൊ വഴിപോക്കർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അന്നദാനം, മഹാദാനം, അങ്ങനെ കയറ്റിയിരുത്തി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാ അപ്പൊ ഇല്വലൻ വിളിക്കൂത്രേ, വാതാപി പുറത്തു വരൂ. അപ്പൊ ഈ വാതാപി ആ ഭക്ഷണം കഴിച്ച വ്യക്തിയുടെ വയറ് തുരന്ന് പൊട്ടിച്ച് പുറത്ത് ചാടും. അപ്പോഴോ ആ മനുഷ്യൻ മരിക്കൂലോ. മരിച്ചു കഴിഞ്ഞാലോ
അപ്പോ ഈ വ്യക്തിന്റെ രാക്ഷസന്മാരല്ലേ, ശരീരം അവർക്ക് ഭക്ഷിക്കാം, അദ്ദേഹത്തിന്റെ വസ്തുവകകളൊക്കെ എടുക്കാം. അങ്ങനെയുള്ള വാതാപിയെ ഒരു ദിവസം ഈ അഗസ്ത്യ മഹർഷിയും ഭക്ഷിച്ചു. വയറിൽ 2 അടി കൊടുത്തിട്ട് പറഞ്ഞു അത്രേ, വാതാപി ദഹിക്കൂ. അപ്പൊ ദഹിച്ചു. അപ്പൊ വിളിച്ചു ഇല്വലൻ, വരൂ പുറത്തു വരൂ വാതാപി. അപ്പൊ പറഞ്ഞു അഗസ്ത്യമുനി, ഇനി പുറത്തു വരില്ല കേട്ടോ. എന്താ കാരണം? ദഹിച്ചു പോയി. അങ്ങനെയുള്ള വാതാപിയെ ഒതുക്കിയതാണ് അഗസ്ത്യ മഹർഷി. അഗസ്ത്യാർകൂടം, അഗസ്ത്യം എന്താ? അകം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വലിയ പർവ്വതങ്ങളാ. ഈ പർവ്വതങ്ങളുടെ ഗർവ് ശമിപ്പിച്ചവനാണ് അഗസ്ത്യ മഹർഷി. ഇങ്ങനെ ഒരുപാട് കഥകൾ അഗസ്ത്യ മഹർഷിക്ക് പിറകിലുണ്ട്. ഈ രാമായണത്തിൽ അഗസ്ത്യ മഹർഷിയെ കാണാൻ വേണ്ടി ആശ്രമവും കടന്ന് രാമദേവൻ അങ്ങോട്ട് ചെല്ലുക. ആരുടെ കൂടെയാ? ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി അങ്ങോട്ട് ആരണ്യത്തിലേക്ക്, ഘോരമായ കാട്ടിലേക്ക്. നമ്മളൊക്കെ ഇപ്പൊ ഘോരമായ കാട്ടിലാണ്. തപസ് ചെയ്യുന്ന മുനീശ്വരന്മാരെല്ലാം ശാന്തര. അമ്പലത്തേക്ക് കടക്കാനേ വരാത്തവരും ശാന്തര. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത്തിരിയൊക്കെ അറിയുന്നവർ ഇതിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയവരവിടെ വന്നിരിക്കുക. അവർ വലിയൊരു കാട്ടില ലൗകികമാകുന്ന മായയിലങ്ങനെ മുങ്ങിപ്പൊങ്ങിയിട്ട് അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ ഇതിൽ നിന്നും രക്ഷ നേടാം. അപ്പൊ ഈ ആരണ്യകാന്ഡം എന്താ? നമ്മുടെ ഈ ജീവിതം തന്നെയാണ് ആരണ്യം, കാട് എന്ന് പറയുന്നത്. ഇനി അഗസ്ത്യ മഹർഷിയെ കാണണം എന്ന് പറഞ്ഞിട്ട് അഗസ്ത്യ മഹർഷിയെ കാണിക്കാൻ വേണ്ടി ആര് കൊണ്ടുപോകുന്നു? സുധീക്ഷ്ണൻ കൊണ്ടുപോയി. എന്നിട്ടോ അഗസ്ത്യ മഹർഷിയോട് പറയാ, അദ്ദേഹത്തിന്റെ ശിഷ്യനാ സുധീക്ഷ്ണൻ. ഇവിടെ വന്നിട്ടുണ്ട് ആര്? ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും കൂടി. അതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന്. അപ്പോ എന്തിനാ വിളിക്കുന്നേ? വേഗം ഇങ്ങോട്ട് വരാൻ പറയൂ, അതിനൊരു സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ആ അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ അങ്ങോട്ട് സ്തുതിക്കുക. ഒരുപാട് സ്തുതികളുണ്ട് രാമായണത്തിൽ. പക്ഷേ അഗസ്ത്യ മഹർഷിയുടെ സ്തുതി അത് കുറച്ച് ടൈറ്റാന്ന് വേണം പറയാം. കാരണം കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള സ്തുതി, എങ്കിലോ നമുക്ക് അത്രയും ആവശ്യകരമായ ഒരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. മഹർഷീശ്വരൻ, സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അതായത് ഗൗതമ മഹർഷി, അഗസ്ത്യ മഹർഷി ഇതെല്ലാം പറയുന്നത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. മഹർഷീശ്വരന്മാർ ഈശ്വരന് തുല്യമാണ്, അവർക്ക് അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ ഈ ശ്രീരാമചന്ദ്രൻ ഇങ്ങോട്ട് വരുന്നത് ഒരു കഥാരൂപത്തിൽ വേദത്തിന്റെ സാരതത്വം ഇതിലങ്ങനെ നിറച്ചു വെച്ചിരിക്കുക. ഇവിടെ അഗസ്ത്യ സ്തുതിയിൽ ആദ്യം തന്നെ പറയാ, എന്താ പറയുന്നതെന്നറിയോ? ആദ്യത്തെ ഭാഗം രാമായണത്തിലെ. അതിനു മുമ്പ് രാമനെ ഒന്ന് സ്തുതിക്കാം. ഒരുവിധം ഞാൻ ഉദ്ദേശിച്ച എല്ലാവരും ഇവിടെ എത്തി. അതിനുവേണ്ടി ഒരു തുടക്കം പറഞ്ഞതാ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. സീതാദേവിയോടുകൂടി ഇരിക്കുന്ന, ലക്ഷ്മണനോടുകൂടി ഇരിക്കുന്ന ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് രാമായണത്തിലേക്ക് കടക്കാം. അഗസ്ത്യ സ്തുതി. അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് എന്നറിയോ? അങ്ങോട്ട് പറയാ. ആദ്യം രാമായണം എന്താണോ പറയുന്നത് അത് തന്നെയാ. എങ്ങനെയാ രാമായണം തുടങ്ങുന്നത്? ഭൂമിദേവി ഭാരം സഹിക്കാൻ വയ്യാതെ നേരെ ആരുടെ അടുത്ത് ചെന്നു? ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവേ, എനിക്ക് ഈ ഭാരം, രാക്ഷസന്മാരുടെ ഭാരം സഹിക്കാൻ വയ്യാട്ടോ. അതുകൊണ്ട് ഈ ഭൂമിയുടെ ഭാരം ഒന്ന് തീർത്തു തരണേ. ഗോരൂപം കൊണ്ട് ചെല്ല. നിങ്ങളുടെ ഭാഗ്യം നോക്കൂ, ആദ്യം മുതൽ ഇങ്ങോട്ട് കേൾക്കുക അല്ലെ. എന്നിട്ടോ അവിടെ ചെന്നു. അപ്പോ ബ്രഹ്മദേവൻ പറയാ, എന്നെ കൊണ്ട് അത് കൂട്ടിയാ കൂടില്ല, നമുക്ക് എന്ത് ചെയ്യാം? ദേവന്മാരും താപസന്മാരും ബ്രഹ്മദേവനും ഭൂമിദേവിയോടുകൂടി എങ്ങോട്ട് പോയി? പാലാഴിയിൽ അനന്തശായിയായി കിടക്കുന്ന ശ്രീ നാരായണനെ കണ്ടു. നാരായണനെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ പറയാണ്, ഞാൻ അവതരിക്കും. എങ്ങനെ? ആ വരികൾ പറയുമ്പോഴാ രാമായണം ഉള്ളവർ നോക്കിക്കോളൂ. അഗസ്ത്യ സ്തുതിയിലെ 4ാമത്തെ വരി. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. അന്ന് ഭൂമിദേവി ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങ് ഘോരനായ രാവണനെ കൊന്ന് ഭൂമിയുടെ ഭാരം തീർത്ത് തരും എന്ന്? അതിനു വേണ്ടിയല്ലേ ശ്രീരാമചന്ദ്ര അങ്ങ് ഈ കാനനവാസമെല്ലാം നയിക്കുന്നത്? അതുകൊണ്ട്
അങ്ങയുടെ തത്വമെല്ലാം എനിക്കറിയാം. എങ്കിലും ഞാൻ കുറച്ച് കാര്യം പറയട്ടെ. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയാണ്. എന്താ പറയുന്നത് അറിയോ? ആനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വസിക്കുന്നു. ശ്രീരാമചന്ദ്ര, അങ്ങയെ ഒരു നോക്കു കാണാൻ വേണ്ടി അന്നു മുതൽ ആനന്ദ സ്വരൂപനായ അങ്ങയെ കാണുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഈ ആശ്രമത്തിൽ കാനനത്തിൽ വന്ന് വസിക്കുകയാണ്. കാരണം എങ്ങനെയുള്ളവർക്കാണ് ശ്രീരാമചന്ദ്രനെ കാണാൻ കഴിയുക? എങ്ങനെയുള്ളവരുടെ കൂടെ വസിച്ചാലാ? സത്സംഗത്തിന്റെ മഹത്വം പറയാ. താപസജനത്തോടും ശിഷ്യസംഗാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ താപസജനത്തിനൊരു പ്രത്യേകത ഉണ്ട്. അവരെപ്പോഴും ധ്യാന നിമഗ്നരായിരിക്കും. ധ്യാനമല്ലെങ്കിലോ നിങ്ങളെ പോലെ പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി ഉണ്ടാകുന്നതാണ് സത്സംഗം. ഈശ്വര കഥകൾ അങ്ങനെ ഒരു മാമുനീശ്വരൻ ഇരുന്ന് പറയും, മറ്റുള്ളവർ നിങ്ങളെ പോലെ കേൾക്കും. കാരണം ഈശ്വര കഥ കേട്ടാലും മതി. രാമകഥ ഇവിടെ ഇരുന്ന് പറയുമ്പോ ഹനുമാൻ ദേവൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവുന്ന പറയാ. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആ മാറിട് പിളർന്ന് കാണിക്കുമ്പോ എന്താ? ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടുകൂടി. എവിടെയാ സീതാദേവി ഇരിക്കുന്നത്? എവിടെ വസിക്കണം എന്ന് ചോദിച്ചപ്പോ വാൽമീകി മഹർഷി പറയുന്നതാണ്, സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ സ്വാന്തം നിനക്കു സുഖവാസായ മന്ദിരം. നമ്മുടെയൊക്കെ വിചാരം എവിടെയെന്നാ? അതാണ് ഇതിൽ നിറച്ച് ലക്ഷ്മണോപദേശത്തിൽ പറയുന്നത്. എവിടെയാ? ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാ തിരയുന്നേ? കസ്തൂരിമാനെ പോലെയാ. എവിടെയാ ക്ഷേത്രം തോറും തിരഞ്ഞു നടക്കുക. അപ്പൊ ഈ അമ്മയ്ക്ക് വർഷങ്ങളായി കാടാമ്പുഴ അമ്മ തന്നെ ശരണം, വേറെ ഇങ്ങോട്ടും ഇനി പോണ്ടതില്ല. ഉറച്ച ആ ഭക്തി, ഒരൊറ്റ ഉപാസനാമൂർത്തി, ഒരൊറ്റ ദേവത അവിടെ അങ്ങോട്ട് സമർപ്പിക്കുക. അമ്മേ, ഞാൻ ഇവിടെ എത്തി, ഈ പ്രായമായി, ഇനി എല്ലാം അമ്മയിൽ അർപ്പിച്ചു. എനിക്ക് രാമകഥ ഉണ്ടോ? ഞാനത് കേട്ടോളാം. ദേവി ഭാഗവതം ഉണ്ടോ? അതും കേട്ടോളാം. എല്ലാം എന്താ? എല്ലാം ഒന്നു തന്നെ എന്നുള്ളത് തത്വം അസി എന്ന് അടുത്ത ഭാഗത്തിൽ വരുന്നുണ്ട്. ഇനി അടുത്ത വരി നോക്കൂ. വരികളിലൂടെ ഇങ്ങനെ പോകുമ്പോഴാ തന്നെ ശക്തി മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും. മായയെ കുറിച്ച് പറയാം. രാമായണം അടുത്ത ഭാഗത്ത് തന്നെ പറയും, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. നമ്മളിപ്പോ ജനിച്ചു, ഇവിടെ എങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് തോന്നി ഇതൊക്കെ തന്നെ സുഖം അല്ലെ. വീട്ടിൽ നിങ്ങൾ പോരാന്ന് പറഞ്ഞാൽ കുട്ടികളെ വിളിച്ചു നോക്കൂ, ഇഷ്ടമില്ല. പക്ഷെ എല്ലാം പൊട്ടിച്ച്, ആ കയറുകളെല്ലാം പൊട്ടിച്ച് നമ്മൾ പുറന്തോട് പൊട്ടിച്ച് പുറത്തേക്ക് ചാടി ഒരു ക്ഷേത്ര സങ്കേതത്തിൽ ഇങ്ങനെ എത്തിപ്പെട്ടാൽ പിന്നെ ഒന്നും വേണ്ട, ഭഗവതി നോക്കിക്കോളൂ. നമ്മൾ ഈ കൈയൊന്നും ഇങ്ങോട്ട് പൊന്തിച്ച് കാണിക്കേ വേണ്ടു. എന്തുകൊണ്ടാ വരാൻ തോന്നാത്തത്? മായ എന്ന് പറഞ്ഞാൽ ഭഗവതി തന്നെയാ. അതാ മായ മൂലപ്രകൃതിയാണ്. എങ്കിലോ ഈ മായ എന്തിനു വേണ്ടിയാ? ഇവിടെ ഈ സൃഷ്ടി നടത്തണം എന്ന് ഭഗവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മായയെ അംഗീകരിച്ചു എന്നാ പറയുന്നത്. മായയെ അംഗീകരിച്ചാൽ പോരാ, മായ ആരുടെ കൂടെ വേണം? മായ ഉണ്ടെങ്കിലേ ഭഗവാന് സൃഷ്ടി നടത്താൻ കഴിയൂ. മായാ സഖലു നാരായണീയം 5ാം ദശകത്തിൽ 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. ഈ മൂലപ്രകൃതി എന്ന് പറയുന്നത് തന്നെ മായ. ആ മായയെ ഭഗവാൻ അംഗീകരിച്ചു എന്ന് വരെയാണ് ആദ്യ ഭാഗത്തിൽ പറയുന്നത്. ഇനി മായയെ കുറിച്ച് തന്നെ പറയാം. മായ 2 തരം ഉണ്ട് എന്ന്. ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വശാൽ ഉപനിഷത്തുക്കൾ മായയെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താ?
മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും. വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. ഒന്നാമതായി മായ മൂലപ്രകൃതിയാണ്. അതായത് ഈ പ്രപഞ്ചത്തിലെ സർവത്തിനെയും ഉൾക്കൊണ്ട് പ്രകാശിപ്പിക്കുന്ന ശക്തിയാണ് മായ. മായ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം, നമ്മളിങ്ങനെ കാണാകുന്ന ഈ പ്രപഞ്ചത്തില് സർവത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രകാശിപ്പിക്കുന്നത് മായാദേവിയ. അതുകൊണ്ടാണ് ശിവന് ശക്തി ഉണ്ടാവില്ല ശ്രീ ഭഗവതി ഇല്ലെങ്കിൽ എന്ന് പറയുന്നത്. കാരണം ശ്രീ ഭഗവതിക്ക് മാത്രമേ ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കാൻ കഴിയൂ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ട് അതിൽ പറയുന്നതാണ് മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും. മായയ്ക്ക് അതീതന്മാരായി കുറേ മുനിശ്രേഷ്ഠന്മാരുണ്ട്. നിങ്ങളൊക്കെ ഇപ്പൊ മായയെ ഖണ്ഡിച്ച് വന്നവരാട്ടോ. വീട് കുടുംബം ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഇതെന്നെ സുഖം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, ഒന്ന് പോയി നോക്കട്ടെ, ഇവിടെ എന്താ അത്ര കുറവ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, മത്സ്യം വിൽക്കുന്ന മാർക്കറ്റിലെ വളരെ തിരക്ക് കൂടുതലാവൂത്രേ, രത്നം വിൽക്കുന്ന കടകളില് തിരക്ക് വളരെ കുറവാവുന്നു. അതുപോലെയാണ് ഓരോ പ്രഭാഷണ വേദികളും. രത്നമാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അത് സ്വീകരിക്കാൻ യോഗ്യത ഉള്ളവർ തൊഴുതു പോകുന്നവരെല്ലാം അല്ല എന്നാണ് അതിനർത്ഥം. കാരണം എല്ലാവർക്കും അറിയാം, രാമചന്ദ്രനെ കുറിച്ച് ഒരു പ്രഭാഷണം ഉണ്ട്. രാമായണ മാസത്തിൽ 32 ദിവസം പ്രഭാഷണം ഉണ്ട്. 10 മണിക്കാണ്. പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയുടെ പ്രശ്നമാവാം, കുറെ പേര് അങ്ങനെ പോവും. അപ്പൊ എന്ത് ചെയ്യാം, ഒന്ന് പോയി നോക്കട്ടെ എന്താണ്. ചിലർ പറയും കേട്ട് കളയാം, കേട്ട് അവരങ്ങോട്ട് കളയും എന്നിട്ട് പോവും. ചിലരെന്താ ചെയ്യുക, അത് കേൾക്കുമ്പോൾ ഇവിടെ ഉറയ്ക്കും. കുറേ കാലം ഇതിങ്ങനെ കേൾക്കണേ. അപ്പോൾ ആ മായയെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. മായയിൽ മുങ്ങുന്നത് കൊണ്ടാണ് പ്രഭാഷണ വേദികളിൽ എത്തിപ്പെടാത്തത്. മായ 2 തരം ഉണ്ട്, വിദ്യ എന്നും അവിദ്യ എന്നും പറയാ. ഇനി അതിനെ തന്നെ ശക്തിയെ പല നാമം ചൊല്ലുന്നു. എങ്ങനെയാ പറയുന്നത്? നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ, ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് എന്തുണ്ടായി? മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വം. ഇതാണ് നാരായണീയം പറയുന്ന മഹത്തത്വം. അതായത് ഈ മഹത്തത്വത്തിൽ നിന്നാണ് ബുദ്ധി ഉണ്ടായത് എന്നും അതിനുശേഷം അതിൽ നിന്നും മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരവും പിന്നീട് സംസാരവും ഉണ്ടായി. ഏതായാലും ഋഷീശ്വരന്മാർ ഇതിനെ 3 പറയുന്നു. ഇങ്ങനെയൊന്നും പറഞ്ഞ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ച് ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ എപ്പോഴും ഇവിടെ ലളിതാ സഹസ്രനാമം ചൊല്ലും. എന്താ ചൊല്ലാറ്? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. ഇത് 3 എന്താ? ഇച്ഛ, ജ്ഞാനം, ക്രിയ. അതായത് ഒരു കാര്യം ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ? സൃഷ്ടി നടക്കൂ. അതിനെ രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം എന്നായി തിരിക്കാം എന്ന് പറയാണ് അടുത്ത വരിയില്. കണ്ടോ, അടുത്ത വരി ഒന്നുകൂടി നോക്കൂ. സാത്വികം, രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു 3 മൂന്നെണ്ണം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതെന്നതാണ് എന്ത്? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇതില് രജോ ഗുണത്തിലൂടെ സൃഷ്ടി നടത്തി എന്നാണ് അടുത്ത പേജിലെത്തുമ്പോൾ പറയുന്നത്. അതായത് ഓരോന്നിൽ നിന്നും എന്തെല്ലാം ഉണ്ടായി. ആദ്യത്തെ താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും. പിന്നെ താമസ ബുദ്ധിയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? സൂക്ഷ്മമായ തന്മാത്രകൾ, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ എല്ലാം. അതിനുശേഷം പറയാണ് രാജസത്തിങ്കൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മളെല്ലാ ഇന്ദ്രിയങ്ങളുടെ പുറകെയാണ് അല്ലെ, കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും പുറകെ അങ്ങനെ പോയി പോയി എന്ത് ചെയ്യുന്നു? ഇയാൻ പാറ്റ ഈ വിളക്കിന്റെ ഭംഗി കണ്ടിട്ട് അതിൽ വീണിട്ട് അതിന്റെ ശരീരം ത്യജിക്കുന്നത് പോലെ ആ ഇന്ദ്രിയങ്ങളുടെ പിറകെ നിങ്ങൾ പോകണ്ട. ഇന്ദ്രിയങ്ങൾക്കും അതീതമായി നമ്മൾ എന്ത് ചെയ്യണം? സാക്ഷാൽ പരമാത്മാവായ ആ ശ്രീ ഭഗവതിയെ അങ്ങോട്ട് ആശ്രയിക്കണം. പിന്നെയും പറയാണ് സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സാത്വിക ഗുണത്തിൽ നിന്നാണ് നമ്മുടെ മനസ്സുണ്ടായത്. ഇപ്പൊ എല്ലാം ആയില്ലേ? മനസ്സായി, ഇന്ദ്രിയങ്ങളായി, പഞ്ചഭൂതങ്ങളായി. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. അതായത് ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിനെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളെ വെച്ചുകൊണ്ടാണ് ശ്രീ ഭഗവതിക്ക് പൂജ നടത്തുക.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കിണ്ടിയും വെള്ളം ഉണ്ടായിരിക്കും. നമ്മുടെ ജലം. ദീപം. വായുആത്മനാ ധൂപം കൽപ്പയാമി, അഗ്നിയാത്മനാ ദീപം കൽപ്പയാമി എന്നാ പറയാ. അഗ്നി എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിലൊന്ന്. ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ധൂപം, കർപ്പൂരം അല്ലെങ്കിൽ ചന്ദനത്തിരി ആരതി കാണിക്കാറുണ്ട്. ധൂപം എന്ന് പറഞ്ഞാൽ വായു. ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി, ആകാശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പുഷ്പത്തെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഇപ്പം എല്ലാം ആയോ? ഭൂമി, വായു, അഗ്നി, പിന്നെയോ മറ്റൊന്ന് നമ്മൾ നൈവേദ്യം കൊണ്ടുവയ്ക്കും. നൈവേദ്യം എന്താ? അമൃതാത്മനാ നൈവേദ്യം കൽപ്പയാമി. ഇങ്ങനെയെല്ലാം നമ്മുടെ പഞ്ചഭൂതങ്ങൾ, നമ്മുടെ ശരീരത്തെ തന്നെ അവിടെ അങ്ങോട്ട് സമർപ്പിച്ച തിരുമേനി മുഖമണ്ഡപത്തിൽ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിക്കുന്നത് നമ്മൾ കാണും ഇല്ലേ? അത് എന്താണെന്നറിയോ? എല്ലാം എന്താ? അഹം ബ്രഹ്മാസ്മി എന്ന വേദ തത്വത്തിലേക്ക് നമ്മൾ പ്രദക്ഷിണം കഴിഞ്ഞ് നമസ്കരിക്കുമ്പോൾ അങ്ങോട്ട് ഉയരണം. ആരെന്താ? തത്വം അസി, തത്വം അസി, നീ തന്നെയാണ് അത്, ഞാനൊന്നും അല്ല. അമ്മേ, എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയത് ശ്രീ ഭഗവതിയാണ് എന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ദിവസേന ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ ഇതെല്ലാം എന്തിൽ നിന്നുണ്ടായി? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവയിൽ നിന്നുണ്ടായി എന്ന് മനസ്സിലാക്കുക. അതിനും ശേഷം പറയാണ് നമ്മുടെ വിരാട് പുരുഷനെ കുറിച്ച് പറയാ. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പുമാനുമുണ്ടായതെന്നു കേൾപ്പൂ. ഇവിടെ നേരെ ഓപ്പോസിറ്റാ പറയുന്നത്. ഗീതയിൽ എന്താ പറയാ? സർവം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനിൽ നിന്ന് എല്ലാ സൃഷ്ടിയും നടന്നു. ഇവിടെ എന്താ പറയുന്നതെന്നറിയോ? ഈ എല്ലാ പ്രപഞ്ചത്തിലെ സ്ഥൂല സൂക്ഷ്മ വസ്തുക്കളെയും ചേർത്ത് അതിൽ നിന്ന് വിരാട് പുരുഷനുണ്ടായി. അടുത്ത വരിയിൽ തന്നെ അത് വ്യത്യസ്തമായിട്ട് പറയുന്നത് കാണാം. നോക്കൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ഈ ലോകത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും അല്ലാത്തതുമായ സർവ്വതും എവിടെ നിന്നുണ്ടായി? വിരാട് പുരുഷനായ, അതായത് ഈ പ്രപഞ്ചത്തിൽ ഒറ്റ ശക്തിയേ ഉള്ളൂ, ഓങ്കാരമായ ശക്തി. ഓം എന്ന ശബ്ദം അതിലെല്ലാം നിറഞ്ഞിരിക്കുന്നു. സൂര്യനിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത് ഓങ്കാരമാണ് എന്ന് നാസ കണ്ടെത്തിയിത്രേ. നമ്മളിപ്പോഴേ കണ്ടെത്തുന്നുള്ളൂ, പണ്ടേ ഈ പുരാണത്തിൽ അത് പറയുന്നുണ്ട്. അതുപോലെ ഹാർമോണിയം നോക്കൂ, അത് ഇങ്ങനെ മുഴക്കും, ഓങ്കാരത്തിന്റെ ശബ്ദം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ആ ഒരു സർവേശ്വരനിൽ നിന്നും ഉണ്ടായതാണ് എന്ന തത്വവും ഇവിടെ അഗസ്ത്യമുനി പറയാണ്. അടുത്ത പേജിൽ നോക്കിക്കോളൂ. തൊന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. നമുക്കൊരു സംശയ, ഏതൊക്കെ ദൈവങ്ങളെ ഇപ്പൊ പ്രാർത്ഥിക്കണ്ടേ അല്ലേ? ആകെ കൂടെ കൺഫ്യൂഷനാ. എത്രയുള്ളൂ? സ്വർണം പോലെയാണ്. ഹൈന്ദവൻ സമ്പന്നനാ, ഇഷ്ടം പോലെയുണ്ട്. ഭഗവതി വേണോ, സരസ്വതി വേണോ, ഗണപതി വേണോ, എല്ലാവർക്കും പ്രത്യേകത ഉണ്ട്. സ്വർണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മഞ്ഞ ലോഹം. മണല്ലാത്തത് നന്നായില്ലേ? അല്ലെങ്കിൽ എന്താവും അടി? ഇപ്പോ മാല, വള എന്ന് പറയുമ്പോൾ പല രൂപങ്ങളല്ലേ? അതുപോലെയാണ് എന്നാ പറയുന്നത് ഹൈന്ദവന്റെ ദൈവങ്ങൾ. പക്ഷേ മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ ഹൈന്ദവന്റെ കുട്ടികൾക്ക് അറിയില്ല, ക്ലാസ് കിട്ടുന്നില്ല. ഇവിടെ ശ്രീരാമചന്ദ്രൻ തളർന്നില്ല, ദശരഥൻ തളർന്നു വീണു. എങ്ങോട്ട് പറഞ്ഞയക്കണം? 14 വർഷം കാനനത്തിൽ അയക്കണം എന്ന് കൈകേയി പറഞ്ഞപ്പോ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോയത് കൊണ്ട് തളർന്നു വീഴേണ്ടി വന്നു. ശ്രീരാമചന്ദ്രൻ എന്തേ തളരാഞ്ഞത്? അവിടെ നിന്ന് വിശ്വാമിത്രൻ കൊണ്ടുപോകുന്നുണ്ട് ആ രാക്ഷസന്മാരിൽ നിന്നും യാഗത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതാണ് സത്സംഗം. ഈ സത്സംഗം കിട്ടിയത് കൊണ്ടാ എന്താ പറഞ്ഞത്? കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ. കൗസല്യയുടെ സുപ്രജയായ ശ്രീരാമചന്ദ്ര, ദേ പൂർവാസന്ധ്യ, ഉണർന്നോളൂ, നേരം വെളിച്ചായി. ഇത് മൈക്കയിലൂടെ അങ്ങനെ കേട്ടാൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? ചുരുണ്ട് ശൂ എന്നെഴുതി ഒന്നുകൂടി കിടക്കൂലേ? മറ്റുള്ളവരെ നോക്കൂ, കുട്ടികൾ അതേ സമയത്ത് അവരുടെ ഗ്രന്ഥങ്ങളുടെ മുന്നിൽ എത്തിക്കാണും. അതുകൊണ്ടാണ് നമ്മൾ വളരാത്തത്. വളരണമെങ്കിലോ ഇങ്ങനെയുള്ള പ്രഭാഷണ വേദികൾ എത്തിപ്പെടണം. എന്താ എത്തിപ്പെടാത്തേന്നോ? ദുരിതം തീർന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു ക്ഷേത്ര സങ്കേതത്തിൽ വന്ന് ഇരിക്കാൻ തോന്നുള്ളൂ. ദുരിതം കൂടുമ്പോൾ പോകണ്ട അവിടെ ഇരിക്കുക തന്നെ സുഖം, ഈ താമ്പൂലം തന്നെ സുഖം തോന്നൂത്രേ. അതിലല്ലേ ഇപ്പൊ ലയിച്ചിരിക്കണ്. ഇത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇതും BMW കാറും ഒക്കെ മറത്തുണ്ടാവും. പക്ഷെ ലക്ഷങ്ങളുടെ ഫോണും ഇതിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? ഇതൊന്നും ശരി
ജോലിയല്ല എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം നമ്മളൊരു ക്ഷേത്ര സങ്കേതത്തിൽ എത്തിപ്പെടും. എന്താപ്പം അവിടെ പോയിട്ട് തന്നെയല്ലേ ചെയ്തതന്നെയല്ലേ ചെയ്യണല്ലേ, റിപ്പീറ്റേഷനാ രാവിലെ മുതൽ വൈകുന്നേരം വരെ. ലേഡീസ് ആണെങ്കിലോ കുറേ വെച്ചുണ്ടാക്കി തന്ന് കുട്ടികളെ നോക്കി കുറേ കാലം അങ്ങനെ പോയി അല്ലേ. ആണുങ്ങളാണെങ്കിലോ കുറേ ജോലി ചെയ്തു, എക്സ്ട്രാ വർക്ക് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ, കുറ്റം മാത്രമേ ഉള്ളൂ. ഇതിങ്ങോട്ട് മനസ്സിലാക്കുമ്പോൾ, ആ സത്യം മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഭാഗം പൂർണ്ണമായും പറയുന്നത്. അപ്പോൾ പലരും ചോദിക്കും, അപ്പോൾ പിന്നെ ടീച്ചറെ ഇതൊന്നും വേണ്ടേ, ഒട്ടലില്ലാതെ ജീവിച്ചോളൂ. ഇവിടെ അത് പറയുന്നുണ്ട്. എങ്ങനെ ഒട്ടലില്ലാതെ ജീവിക്കുക? ഈ ജീവിതം ഒരു ചക്കയാണ് എന്ന് മനസ്സിലാക്കുക. ചക്ക മുറിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തിരി എണ്ണ അങ്ങോട്ട് പുരട്ടി നോക്കൂ, വലിയ ഒട്ടലില്ലല്ലോ. അതുപോലെയാണ് ആത്മീയത. ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പുരാണം, ഒരു ഇതിഹാസം, ഭഗവത്ഗീത നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയതയാകുന്ന ഇത്തിരി എണ്ണ അങ്ങോട്ട് പുരട്ടാം. ആത്മീയമാകുന്ന എണ്ണ പുരട്ടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ ഒരിക്കലും തളരില്ല. ശ്രീരാമചന്ദ്രന് ആത്മീയമായ എണ്ണ പുരട്ടി കൊടുത്തു വിശ്വാമിത്ര മഹർഷി. അതുകൊണ്ട് അച്ഛൻ തളർന്നു വീണപ്പോ മകൻ തളർന്നില്ല. പ്രത്യേകിച്ച് ആരാ തളരേണ്ടത്? മകനാണ് രാജാവാൻ പറ്റാത്തത്. അച്ഛനാണ് തളരാതെ സമാധാനിപ്പിക്കേണ്ടത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചത് എന്താ? ആത്മജ്ഞാനം ഉണ്ടെങ്കിലോ വേറൊന്നും വേണ്ട, എന്തെല്ലാം അറിവ് നമ്മൾ നേടുന്നു. അക്കാദമിക്കിന് വേണ്ടി അങ്ങോട്ട് ചെല്ലും സ്കൂളിലേക്കില്ലേ. രാമനെയും കൃഷ്ണനെയും ഇവിടെ പാഠപുസ്തകത്തിൽ കാണരുത് എന്നാ പറയുന്നത്. പണ്ടുണ്ടായിരുന്നു, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഭാഗമൊക്കെ ഇതിലുണ്ട്. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൽ. ഇതൊക്കെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഇപ്പോഴോ ഒന്നുമില്ലാത്തൊരവസ്ഥ തന്നെയാ. ഇതിങ്ങനെ തോണ്ടി ഇപ്പോഴാണെങ്കിലോ അസുഖങ്ങളുടെ കാലഘട്ട. ഒരു ദിവസം ടക്കേ അങ്ങോട്ട് പൊട്ടിപ്പോലെ കൊറോണ വന്നതിന് ശേഷം. അതൊന്നും മനസ്സിലാക്കിയാ നമുക്ക് ഒരിക്കലും ലൗകികതയുടെ പിറകെ അതെന്നെ സുഖം എന്ന് കരുതി പോവാൻ തോന്നില്ല. ഇവിടെ പറയാണ്, ഈ 3 ഗുണങ്ങള് മായയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എങ്ങനെയാ ഈ 3 ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞു. ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാരായി മാറി. ബ്രഹ്മാവ് എന്തിനു വേണ്ടിയിട്ടാ അത് വ്യക്തമായി പറയാ. രാമായണം നിങ്ങൾ ഇങ്ങനെ വായിച്ചു പോവില്ലേ? ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്കൂ രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാനാഭിയിൽ നിന്നുണ്ടായി. രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ നാരായണ. ഇവിടെ പറയാ ലോക സൃഷ്ടിക്ക് വേണ്ടി രജോ ഗുണം. നോക്കൂ, രജോ ഗുണം ക്ഷത്രിയന്റെ സ്വഭാവ. അവർക്ക് ഇത്തിരി ഒരയ്ക്കണം, ചൂടുള്ള സ്ഥലത്തെ എന്തുണ്ടാവുന്നുള്ളൂ, സൃഷ്ടി നടക്കുന്നുള്ളൂ എന്നാണ്. അത് സത്യത്തിൽ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രജോ ഗുണത്തിൽ നിന്ന് സൃഷ്ടി നടത്തുന്നതിന് വേണ്ടി ബ്രഹ്മദേവൻ ഉണ്ടായെങ്കിൽ തമോ ഗുണപ്രധാനിയായി മഹാദേവനിൽ നിന്നും സംഹാരമുണ്ടായി. അതേസമയം സ്ഥിതി പരിപാലനത്തിനു വേണ്ടി വിഷ്ണുദേവനുണ്ടായി. ഈ 3 ഗുണങ്ങളെ കുറിച്ച് പറയാണ്. എന്നിട്ട് പറയാണ്, സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും. ഇനി 3 അവസ്ഥകളെ കുറിച്ച് പറയാ. ഒരു 3ന്റെ കളിയാണ് 3 പ്രദക്ഷിണം. എന്താ? 3 നൂലാണ് തിരുമേനിടം പൂണൂല്. 3 കുറിയാണ് മഹാദേവന്റെ തിരുനെറ്റിയിൽ. പണ്ടൊക്കെ മുത്തശ്ശി സന്ധ്യ ആയ 3 വര അല്ലെ. 3 എന്താ? ഈ 3 ദുഃഖങ്ങളെ നമുക്കുള്ളൂ. ഭാഗവതം പറയുന്നുണ്ടത്. അതുപോലെ 3 പ്രദക്ഷിണം ഇല്ലേ. 3 ദുഃഖങ്ങളെ നമുക്കുള്ളൂ. ഇവിടെയും പറയാ ബ്രഹ്മം വിഷ്ണു മഹേശ്വരൻ ത്രിമൂർത്തികൾ. അതുപോലെ തന്നെ മറ്റൊന്ന് പറയാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇങ്ങനെ 3 കാര്യങ്ങളെ കുറിച്ച് പറയാ. 3 അവസ്ഥകളാണ് നമ്മുടെ ജീവന്റെ. ജാഗ്രത് എന്ന് പറഞ്ഞ ഇപ്പൊ നിങ്ങൾ നല്ല ജാഗരൂകരായിട്ടായിരിക്കുന്നത്. ശ്രദ്ധയോടെ വാസിക്കേണമേ വരും എന്ന് ജ്ഞാനപ്പാന പറയുന്നത്. ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് പറയാൻ എന്താന്നോ, നമ്മുടെ ചുറ്റുപാടും എന്തുണ്ട്? മർത്യൻ, മരണമുള്ളവനാ. മരണം ആ കാലാഹിനാ പരിഗ്രസ്തമാം. ആ കാലമാകുന്ന അഹി പാമ്പ് നമ്മളെ ആക്രമിക്കും. അതേത് സമയാന്നറിയില്ല. അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഈശ്വര സാക്ഷാത്കാരം നേടണം. എന്താ പറയുന്നത്? നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. ഈ നിസ്സാരമായ ഈ ലോകത്ത് വന്ന് എന്നേ 50 വയസ്സായി എന്നറിയില്ല അല്ലെ, ജീവിതം കഴിഞ്ഞു. അതിനു മുമ്പ് സത്സംഗത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടോ, നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. കാരണം ഇത് കലികാലത്തിൽ ഇത്തിരി നാമജപം, ഇത്തിരി
ഒത്തിരി കഥാശ്രവണം ഉണ്ടായാൽ മതി. അത് ഇനി ലക്ഷ്മണോപദേശത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ പറയാ: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. സ്വപ്നം എന്ന് പറഞ്ഞാലോ നമുക്ക് മോക്ഷം കിട്ടുന്നതൊക്കെയാണ്. സ്വപ്നം കണ്ടു നോക്കൂ, ഭഗവതി ഇങ്ങോട്ട് വരിക രാത്രിയില്, എന്നിട്ട് നമ്മളെ അങ്ങോട്ട് അനുഗ്രഹിക്കുക, പോന്നോളൂ, നമ്മളപ്പണ് പോവും. രാവിലെ നീട്ട വടിയായിട്ടുണ്ടാവൂലേ, എടെ കൂടെ പോയി ശ്രീഭദ്രയാണ് വന്ന് വിളിച്ചത്, വനദുർഗയാണ് വിളിച്ചത്. അമ്മേ മഹാമായേ ആദിപരാശക്തി ദേവി ദയാമയേ വിജ്ഞാനദായിനി എന്നിവിടെ വന്ന് അങ്ങോട്ട് ഇരുന്ന് ചൊല്ലിയാൽ സർവം മറന്ന് നിങ്ങൾ അങ്ങനെ ലയിച്ച് യം യം ഭാവം സ്മരൻ, എന്തൊരു ഭാവമാണോ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത് തന്നെയായി മാറുന്ന. കുറേ കാലം ഒരു വീണ മീട്ടിയപ്പോൾ അടുത്തിരിക്കണ വീണ മീട്ടിയെന്ന് കഥയില്ലേ, അതുപോലെ ഇതിങ്ങനെ കേട്ടിട്ട് എന്താവും, നമ്മളും ഈശ്വരനായി മാറും. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എന്താ, അതിനെക്കുറിച്ച് ഇതിൽ വിശദമായി പറയുന്നുണ്ട്. ഇനി സ്വപ്നം, അത് കഴിഞ്ഞാൽ സുഷുപ്തി. എന്താ സുഷുപ്തി? ഞാൻ നന്നായി സുഖമായിട്ട് ഉറങ്ങിയിട്ടോ എന്ന് പറയും ചിലര്. നമുക്ക് സങ്കടം ഉള്ള സ്വപ്നങ്ങൾ കണ്ട സുഖമായിട്ട് ഉറങ്ങുമോ? ആകെ ഡിസ്റ്റർബ്ഡാ, ഉറങ്ങാൻ കഴിയില്ല. അത് സുഖമായ ഉറക്കല്ല. സ്വപ്നം പോലും ഇല്ലാത്ത ഗാഢമായ നിദ്രയ്ക്കാണ് സുഷുപ്തി എന്ന് പറയുന്നത്. ഈ 3 കളയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ്: യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ, മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ, തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ, ത്വന്മഹാമായ 2 വിധമായി വന്നാളല്ലോ. ഏതൊരു സമയത്താണോ ശ്രീരാമചന്ദ്ര ഹേ പരബ്രഹ്മമേ അങ്ങ് സൃഷ്ടി നടത്താൻ തീരുമാനിച്ചത്, ആ സമയത്ത് മായയെ അങ്ങ് അംഗീകരിച്ചു. കാരണം മായയില്ലെങ്കിൽ സൃഷ്ടി സംഭവിക്കില്ല. മഹാദേവൻ, ഇവിടെ മഹാദേവന്റെ ശക്തിയാണല്ലോ, മഹാദേവന്റെ ആ ലിംഗം യോനി പീഠത്തിലേക്ക് ആ കുഴ അങ്ങോട്ട് ഇറക്കി വെക്കുമ്പോഴേ സൃഷ്ടി സംഭവിക്കുന്നുള്ളൂ എന്നാ പലരും ലിംഗം എന്ന് പറഞ്ഞ് കളിയാക്കും. എന്താണ് ഹൈന്ദവന്റെ ഓരോ കാര്യങ്ങളിലുമുള്ള തത്വങ്ങൾ എന്നറിഞ്ഞാലേ നമുക്ക് മനസ്സിലാവൂ. എങ്കിലേ സൃഷ്ടി നടക്കൂ. സൃഷ്ടി നടന്നാലേ ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കൂ. അത് മനസ്സിലാക്കണം. ഇവിടെ പറയാണ് മായയെ അങ്ങ് അംഗീകരിച്ചു. ഇനി മായയ്ക്കാണെങ്കിലോ ത്വന്മഹാമായ 2 വിധമായി വന്നാളല്ലോ, വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ. അങ്ങയുടെ മഹാമായ 2 തരത്തിലാ, വിദ്യ അവിദ്യ. വിദ്യ ആർക്കാ? നിവൃത്തി നിരതന്മാർ. അടുത്ത വരിയില് നിവൃത്തി നിരതന്മാർ. ആരാ നിവൃത്തി നിരതന്മാർ? ലൗകിക മുക്തി നേടിയവരാണ് മായ വിദ്യയാണ് എന്ന് പറയുന്നത്. ലൗകികത്തിൽ അങ്ങനെ മുങ്ങിപ്പൊങ്ങുന്നവരുണ്ട്, അവരാണെന്ത്? അവിദ്യാവശന്മാർ. അതായത് ലൗകികത്തിൽ മുങ്ങിപ്പൊങ്ങി കഴിയുന്നവരെ ഇവിടെ പറയുന്നത് പ്രവൃത്തി നിരതന്മാർ. എപ്പോഴും പ്രവൃത്തി അലൗകികർക്ക് അല്ലെ, എപ്പോഴാ ഒതുങ്ങിയിരിക്കുക? ഒരു ഭാഗത്ത് ഇരിക്കുകയാണെങ്കിലും എന്ത് ചെയ്യില്ല, എവിടെയെങ്കിലും ഇരിക്കുമ്പോഴെങ്കിലും നാമം ചൊല്ലണമെന്ന് ജ്ഞാനപ്പാന പറയുന്നുണ്ട്. എപ്പോഴും ചിന്ത എങ്ങനെ റിയൽ എസ്റ്റേറ്റ് നടത്താം അല്ലെ, എങ്ങനെ ബാങ്ക് ബാലൻസ് കൂട്ടാം, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം ആരെങ്കിലും ഉണ്ടോ? ആരുണ്ടാവില്ല. അവസാനം ആ മരണസമയത്ത് ശ്രീരാമചന്ദ്ര എന്നൊന്ന് വിളിക്കാൻ രാമനാമത്തിന്റെ പ്രത്യേകത. രാമനാമം 3 അവതാരത്തിലും ശ്രീരാമൻ രാമനായി അവതരിച്ച്. എന്തുകൊണ്ടാ? അത്രയും ഇഷ്ട ഭഗവാൻ രാമനാമം. രാമനാമം മാത്രം ചൊല്ലിയാൽ മതി. സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ എന്നാ പറയുന്നത്. ഓർമ്മസൂത്രം എടുത്തു നോക്കിയാ നമുക്ക് കാണാം ദശാവതാരങ്ങളെ കുറിച്ച് പറയുന്നത്. മത്സ്യകൂർമ്മ വരാഹച നരസിംഹച വാമന രാമോ രാമശ്ച രാമ കൃഷ്ണ കൽക്കി ജനാർദ്ദന രാമോ രാമശ്ച രാമ. ആരൊക്കെയാ 3 രാമന്മാർ? ആദ്യം ആര് വന്നു? പരശു അല്ലെ, പരശുമേന്തി കൊണ്ട്. പരശു എന്ന് പറഞ്ഞാൽ മഴുവ, പരശുരാമൻ. ഇവിടെ ചോദിക്കുന്നില്ലേ, കണ്ടില്ലേ നിങ്ങൾ? ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്നും ചോദിച്ചു വന്ന ദേഷ്യക്കാരനായ താടിക്കാരനായ ജമദഗ്നി പുത്രനായ പരശുരാമൻ. അതിനുശേഷം വില്ലേന്തിയ ശ്രീരാമചന്ദ്രൻ. അതിനും ശേഷമാണ് ബലരാമൻ. ഇതിൽ തന്നെ പറയുന്നുണ്ട്, ആ ഭാഗം വരുന്നുണ്ട്, അപ്പൊ പറയാം. അപ്പോ ഇങ്ങനെ രാമനാമം ചൊല്ലിയാൽ മാത്രം മതി. നിർമ്മല രാമനാമം ചൊല്ലുന്ന അല്ലെ ഭക്തന്മാർ എപ്പോഴും എന്ത് ചെയ്യും? രാമനാമം ചൊല്ലും. പഴയ വീടുകളിലെ സംസ്കാരം നോക്കൂ. സന്ധ്യക്ക് വിളക്ക് വെച്ചാൽ അമ്മ പറയും കുട്ടിയോട് രാമനാമം ജപിക്കൂ, വേറെ നാമങ്ങളില്ലാഞ്ഞിട്ടാണോ? അത്രയും മഹത്തരമാണ് രാമമന്ത്രം. നാരായണ എന്ന് പറയണമെങ്കിൽ 4 അക്ഷരം പറയണം. സമയത്ര പോയി? ഇത് രാമ മാത്രം മതി. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഇത്ര മാത്രം സന്ധ്യക്ക്
ബാക്കി ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്താ പറഞ്ഞേ? അയ്യോ സന്ധ്യാകുമ്പോ രാമായണം വായിക്കണ്ട കേട്ടോ. ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വെറുതെ ഓരോ പൊട്ടത്തരം പറഞ്ഞു വെച്ചു. ഹനുമാൻ ദേവൻ അവിടെ ചെയ്യട്ടെ. ഹനുമാൻ ദേവൻ കേവലം ഒരു വാനരനാണ് എന്നാണോ വിചാരം? ഒരേ സമയത്ത് പല ഭാഗങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവിടെ നമ്മുടെ രാമനാമം കേട്ടുകൊണ്ടിരുന്നു കൊണ്ട് അവിടെ തർപ്പണം നടത്തിക്കൂടെ? പിന്നെ മറ്റൊരു സത്യം, സന്ധ്യയ്ക്ക് ആരും രാമനാമം ചൊല്ലുന്നില്ല. സന്ധ്യയ്ക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി എന്താ? സന്ധ്യാദീപം വെക്കല. ദീപം എന്നും പറഞ്ഞ് ആദിത്യദേവൻ സങ്കടത്തോടുകൂടി പോവുത്രേ, എൻ്റെ കുട്ടികൾ ഇരുട്ടിലായല്ലോ. അപ്പൊ അഗ്നിദേവനെ കൊളുത്തി നമ്മൾ തുളസിത്തറയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് ഈ ദീപം കാണിക്കുമ്പോൾ സന്തോഷിക്കും. എൻ്റെ കുട്ടികൾ ഇരുട്ടിലല്ല. അതാണ് രാവിലെ പ്രാതസന്ധ്യയ്ക്കും വൈകുന്നേരവും വിളക്ക് വെക്കണം എന്ന് പറയാൻ കാരണം. രാവിലെ ശൂന്ന് കിടന്നുറങ്ങിയാൽ അത് സാധിക്കുമോ? ഇല്ല. അത്രേ ഉള്ളൂ. സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് വെക്കുക, രാമനാമം ചൊല്ലുന്നില്ല. അത് കഴിഞ്ഞാൽ രാമായണം എടുത്ത് വായിച്ചൂടെ? എല്ലാം മുടക്കുകളാ. ഹൈന്ദവന്റെ വീട്ടിൽ മാത്രം അരുത് എന്ന് കേൾക്കൂ. വേറൊരു വീട്ടിലും അരുതില്ല. എപ്പോൾ ആര് ചൊല്ലിയാലും അവൻ ചൊല്ലട്ടെ. അവനെ അങ്ങോട്ട് പൊക്കി കൊണ്ടുപോകും അവരെ. എന്തുകൊണ്ടാണോ? ആത്മീയതയിലൂന്നിയ ഒരു ജീവിതമാണ് മറ്റെല്ലാ മതസ്ഥരും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളോ? നമുക്ക് അത് മാത്രമില്ലേ, കുറേ വെച്ചുണ്ടാക്കി സുഖിച്ച് ജീവിക്കുക അല്ലേ? ആരൊക്കെയാ ഗ്രന്ഥം വാങ്ങുക? ഒരു കുടിയിരിക്കലിന് ഗ്രന്ഥമായിട്ട് വേണം ഗൃഹപ്രവേശം ചെയ്യാൻ. അത് പറഞ്ഞപ്പോൾ എല്ലാവരും വാങ്ങി. എന്നിട്ട് അതിനെ വെച്ച് ഇങ്ങനെ പൂജിക്കുക, കാര്യമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് തുറക്കലില്ലേ ചോദിച്ചപ്പോൾ ടീച്ചറല്ലേ പറഞ്ഞത് ഗൃഹപ്രവേശത്തിന് ഗ്രന്ഥം വാങ്ങണം? വാങ്ങി. ഇതാണ് അവസ്ഥ. അപ്പം എന്താ ഈ ഗ്രന്ഥങ്ങളെ? ശരിക്ക് ശ്രീ ഭഗവാൻ തന്നെയാ. ആരാ ഭഗവതി? 6 ഭഗങ്ങളുള്ളവൾ ഭഗവതി, 6 ഭഗങ്ങളുള്ളവൻ ഭഗവാൻ. ഏതൊക്കെ 6 ഭഗങ്ങൾ? ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, വിജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഭഗങ്ങൾ തികഞ്ഞാൽ എല്ലാം ആയി. നമ്മൾ പറയില്ലേ പുരുഷാർത്ഥ കാമ മോക്ഷങ്ങൾ എന്ന്. ഇത്രയേ ഉള്ളൂ. പുരുഷനായി ജനിച്ചാൽ, പുരുഷൻ എന്ന് പറയുമ്പോൾ ശ്രീ ഭഗവാൻ, അതായത് മനുഷ്യനായി ജനിച്ചാൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നേടണം. എന്തൊക്കെയാ? ധർമ്മത്തിലൂടെ അർത്ഥം നേടി കാമം ആഗ്രഹങ്ങൾ സാധിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എല്ലാവരും അവിടം വരെ എത്തും. അത് കഴിഞ്ഞാലും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണം എന്നാ. ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാലാ മരിക്കാതിരിക്കുക എന്ന ചിന്ത. എന്തിനാ ഈ ഇഴഞ്ഞു നീങ്ങി കുറെ കാലം ഭഗവാനിൽ അങ്ങോട്ട് ലയിക്കുക? ഈ ഇങ്ങനെ നടക്കുമ്പോൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ ഇങ്ങനെ അനായാസേന മരണം, പെട്ടെന്ന് മരിച്ചു പോകണം, എങ്ങനെ വേണമെന്നോ ഇവിടെ അങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവതിയാണ് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭജൻസ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് കീർത്തനം ചൊല്ലിയില്ലേ, അപ്പൊ ഭഗവതി അങ്ങോട്ട് കൊണ്ടുപോകണം. ആ ഒരു ചിന്തയിലേക്ക് എത്തിയാലോ യാതൊരു വിഷമങ്ങളും ഉണ്ടാവില്ല. ഇവിടെ പറയാണ് വിദ്യ എന്ന് പറയുന്നത് നിവൃത്തി നിരതന്മാർ, അതായത് ലൗകികർക്കുള്ളതല്ല. ലൗകികർക്ക് എന്താണ്? പ്രവൃത്തി നിരതന്മാർ അവിദ്യയിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ന് പറയാ. ഇനി ആരാണ് വിദ്യയെ മനസ്സിലാക്കുന്നത്? വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തത്വങ്ങളെല്ലാം പഠിച്ചവർ പറയാണ്. ആരായി വിദ്യാഭ്യാസരഹിതന്മാർ? വിദ്യാഭ്യാസം ചെയ്യുന്നത് ആത്മീയതയിലാണെങ്കിൽ അവരെ എന്തു പറയുന്നു? തത്വജ്ഞന്മാർ, നിത്യമുക്തന്മാർ. നമ്മളൊന്നും അറിവ് തികഞ്ഞവരല്ല. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു, ഗ്രന്ഥം തുറക്കുന്നു, വായിക്കുന്നു, കുറിപ്പ് എഴുതി വെക്കുന്നു. ഇതൊക്കെ എന്താ? അറിയാനുള്ള ആ ഒരു ആകാംക്ഷ. ഈശ്വരീയമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതെനിക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനൊന്നും ചിലപ്പോൾ വെയിച്ചു എന്ന് വരില്ല. പക്ഷേ അറിവിൽ നമ്മൾ ഉയർന്നു നിൽക്കണം. മഹാഭാരതം പറയുന്നുണ്ട്, നിന്റെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ യക്ഷനോട് ഞാൻ നേടിയ അറിവാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന്. അറിവ് ഒരുപാട് നേടുക. നമ്മളൊരു കാലി ബക്കറ്റായിട്ടാണ് ജനിക്കുമ്പോൾ, ഒരു ക്ലീൻ സ്ലൈറ്റാ ജനിച്ചു വീഴുമ്പോൾ. അങ്ങനെ പിടിച്ചിട്ടുണ്ടാവും ഒക്കെ എനിക്കില്ലേ, പോകുമ്പോഴോ ഒന്നുമില്ല. പക്ഷേ നിറഞ്ഞു തുളുമ്പിക്കൊണ്ട് വേണത്രേ നമ്മൾ തിരിച്ചു പോകാൻ. രമണ മഹർഷി പറയും, എന്തിനാണ് നിറഞ്ഞു തുളുമ്പേണ്ടത്? ആത്മീയതയുടെ കാര്യത്തിൽ. എന്തിനാണ് ഈ ജന്മം കിട്ടിയത്? എന്തിനു വേണ്ടി ഇങ്ങനെ ഉണ്ടുറങ്ങി ജീവിക്കുന്നു? ഇനി എങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടാം? എന്താ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം? കുറേ പൈസ ഉണ്ടാക്കലാണോ? അതൊക്കെ വെറും പേപ്പറും കഷ്ണത്തിന് തുല്യ. മക്കൾ തിരിഞ്ഞു നോക്കാതെയുമ്പോൾ ഒരു മനുഷ്യൻ വരില്ല. നമ്മൾ നേടിയ അറിവ്, ആ അറിവ് നേടിക്കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടണം. എങ്ങനെ നേടാം? കലികാലത്തിലല്ലേ ജനിച്ച്, എളുപ്പ എന്തു മതി? ഏത് സമയത്തും ഒരു ഗ്രന്ഥത്തിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവരെ കുറിച്ച് തത്വജ്ഞന്മാർ പറയുന്നത് നിത്യമുക്തന്മാർ. അവർക്ക് നിത്യമായ മുക്തിയാ, ഇനിയൊരു ജന്മം ഇല്ല. ഇനി പറയുന്നു, അടുത്ത വരി നോക്കൂ, അതിലും മഹത്വം. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കോ നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കില്ല. താനേ ഇപ്പം എങ്ങനെ വിദ്യ ഉണ്ടാവുക? പക്ഷേ
കുറച്ചു കാലം ഗ്രന്ഥങ്ങളിലൂടെ അങ്ങനെ പോയപ്പോൾ ഒരു പ്രഭാഷണം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതല്ലെങ്കിൽ ഗീതയൊക്കെ എടുത്ത് ഒന്ന് നിവർത്തും പോരുന്നതിന് മുമ്പ്. അപ്പോൾ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ഒരു ശ്ലോകം അങ്ങോട്ട് ചൊല്ലുക, പിന്നെ ഇവിടെ വന്നിരുന്നാൽ അത് ഇങ്ങോട്ട് വരും, തന്നെ ഇങ്ങോട്ട് വരും. അപ്പം എന്താ, ആ ഭഗവാനെ ഭജിച്ച് നടക്കുന്നവർക്ക് വിദ്യ താനേ സംഭവിച്ചിടും എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം എല്ലാം നമുക്ക് അനുഭവവേദ്യമാക്കി തരും ഭഗവാൻ. അതും ഇവിടെ പറയുന്നുണ്ട്. ഇനി നോക്കൂ, മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല, 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. സാധാരണ എല്ലാം നേടി സുഖിച്ചു, അങ്ങനെ ജനനവും മരണവും ജനനവും പുനരഭിജനനം പുനരഭിമരണം, ഇങ്ങനെ ഈ കാലചക്രത്തിൽ കടന്നു തിരിയുമ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു ഗ്രന്ഥത്തിന് അറ്റ്ലീസ്റ്റ് അധ്യാത്മ രാമായണത്തിന് മുന്നിലെങ്കിലും എത്താത്ത വ്യക്തികൾ എത്ര ജന്മം എടുത്തിട്ടും എന്തിന് കാര്യമില്ല, അവർക്ക് മോക്ഷം കിട്ടില്ല. മോക്ഷം കിട്ടണമെങ്കിൽ ഒരൊറ്റ തവണ രാമനാമം ചൊല്ലിയാൽ മതി. എങ്ങനെ വിളിക്കണം? അജാമിളൻ വിളിച്ചതുപോലെ, ഗഡ്വാങ്കൻ വിളിച്ചതുപോലെ. ഇക്ഷ്വാകു വംശജനായ ദിലീപൻ എന്ന രാജാവാണ് ഗഡ്വാങ്കൻ എന്നറിയപ്പെടുന്നത്. വാൽമീകി രാമായണത്തിലൂടെ പോകണം, അപ്പോഴേ മനസ്സിലാവൂ. ആ ഒരൊറ്റ തവണ മരണസമയത്ത് അത്രേ വേണ്ടൂ, അന്ത്യേ നാരായണ സ്മൃതി. ആ മരണസമയത്ത് ഒരൊറ്റ നിമിഷം ശ്രീരാമചന്ദ്ര എന്ന് വിളിക്കാൻ തോന്നാൻ, ആ സംസ്കാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ ആദ്യമേ യാത്ര ചെയ്യുന്നത്. ഇനി പറയാം, ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നത്തിൽ ശ്രീ ഭഗവതി ഇതാ മോക്ഷം തരണു, ഇങ്ങോട്ട് വരൂ. സ്വപ്നം പോലും കാണാന് ഭക്തി ഇല്ല, അവർക്ക് പറ്റില്ല എന്നാ പറയണത്. നമുക്ക് ഭഗവാനെ കാണാൻ അല്ലെങ്കിൽ ശ്രീ ഭഗവതിയെ കാണണം എന്ന് വലിയ ആഗ്രഹമല്ലേ? സ്വപ്നത്തിലെങ്കിലും ദർശനം തരണേ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കും ഞാൻ ചില സമയത്ത്. കാരണം അത്രയും ആഗ്രഹ ആ ഉണ്ണിക്കണ്ണൻ ശ്രീരാമചന്ദ്രനായി രാമസ്വാമി ആയിട്ടാണ് അത്രേ കൃഷ്ണനെ കണ്ടപ്പോൾ ഹനുമാന് തോന്നിയത്. ഏതാണോ നമ്മുടെ ഉപാസനാമൂർത്തി, ആ ഉപാസനമൂർത്തിയെ കേശാദിപാദം പദാദികേശം അങ്ങനെ ധ്യാനിച്ച്, ധ്യാനൈകരഥന്മാർ എന്ന് പറയുന്നത് ധ്യാനിച്ച് അങ്ങനെ ഇരുന്ന് നമ്മൾ സന്ധ്യയ്ക്ക് ദീപാരാധന, അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഉറങ്ങാൻ പോകുമ്പോഴും പ്രാർത്ഥിക്കണം എന്ന ആ സമയത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഉറക്കത്തിലെങ്കിലും ഒന്ന് വരണേട്ടോ, ആ ചിരി, ആ വെണ്ണ തോണ്ടി ഉണ്ണുന്ന ആ ഒരു ചിരി എനിക്കൊന്ന് കാട്ടിത്തരണട്ടോ എന്ന് പ്രാർത്ഥിക്കുക. ഇനി നോക്കൂ, അടുത്ത പേജിൽ കാണാം, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ, സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. ഇത്രയും മനസ്സിലാക്കണ്ടു. പറയാണ് അഗസ്ത്യമുനി, ഞാൻ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു, മായ വിദ്യ അവിദ്യ എല്ലാം പറഞ്ഞു, പക്ഷേ എന്തിനാ ഞാൻ കുറെയൊക്കെ പറയുന്നത് ശ്രീരാമചന്ദ്ര, ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്നു. നമുക്ക് തോന്നും, ഞാൻ കുറെയൊക്കെ നാമം ചൊല്ലി രാമായണൊക്കെ എത്ര ആവർത്തി വായിച്ചു, എനിക്ക് മോക്ഷം കിട്ടുമാവോ? പിന്നെ ഒരു സംശയമാണ് നമുക്ക്. വിഭ്രമം വേണ്ട, വികല്പം വേണ്ട എന്നതിൽ പറയാ ശ്രീരാമചന്ദ്രൻ. എന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾക്ക് സാധു സംഗതി ഉണ്ടാവണം. അപ്പൊ എന്താ ഈ സാധു സംഗതി? നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നീ ശുഭകരമായുള്ളൂ. സജ്ജന സംഗമം, അതാണ് സാധു സംഗതി. ഞാനൊരു സാധുവാ പറയും ചിലരല്ലേ, അയാളൊരു നാമവും ചൊല്ലുന്നുണ്ടാവില്ല. നാമം ജപിക്കുന്ന സത്തുക്കളായ മഹത്തുക്കളാണ് സാധുക്കൾ. അല്ലാതെ ഒരു പാവപ്പെട്ടവൻ, ധനം കൊണ്ട് പാവപ്പെട്ടവനെയല്ല സാധു എന്ന് പറയുന്നത്. രാമായണം അത് വ്യക്തമായിട്ട് പറയാ, സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. മാമുനിമാരത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നും, ആരാപ്പ ഈ സാധുക്കൾ? സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. ആരാണ് സമചിത്തന്മാർ? സമചിത്തന്മാർ എന്ന് പറഞ്ഞാലേ ഇപ്പോ മഹർഷീശ്വരന്മാർ ഒരുപാടുണ്ട് ഹിമാലയ സാനുക്കളില്. എത്ര മഹർഷീശ്വരന്മാർ ഇവിടെ വന്ന് നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നു? വളരെ കുറവായിരിക്കും. പറഞ്ഞു കൊടുക്കണ്ടെന്നുണ്ടായിട്ടില്ല. എന്താ സ്വാമി വിവേകാനന്ദൻ കേരളത്തിനെ വിളിച്ച് ഭ്രാന്താലയമേന്ന്, ഭ്രാന്തന്മാരാണൊക്കെ. എന്താ ഈ ലൗകികതയുടെ പിറകെ പോവാ? എത്ര ഉപനിഷത്തുകൾ, കുട്ടി കുട്ടി ഗ്രന്ഥങ്ങളാ ദശോപനിഷത്ത്. അത് എടുത്ത് വെച്ചാൽ തന്നെ കാണാം, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. നിങ്ങളൊക്കെ ഉണർന്ന് എഴുന്നേൽക്കൂ എന്ന് സ്വാമിജി പറഞ്ഞു. നമ്മളെ ഉണരണില്ല, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മഹർഷീശ്വരന്മാർ ഇതിന് നടക്കുന്നില്ല. പിന്നെയോ
സമചിത്തന്മാരാകുന്നവര്. ഇത്തിരിയൊക്കെ ഇതിങ്ങനെ ശ്രവണം, കീർത്തനം, വിഷ്ണോർ സ്മരണം കുറേ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വരുന്ന പാവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം തോന്നും. അതാ പറയുന്നത്, സമചിത്തന്മാരെപ്പോഴും എങ്ങനെയായിരിക്കും? മറ്റുള്ളവർക്ക് ഭക്തി, അറിവ് പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് രാമായണം പറയാം. ഇനി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണീരതിയുണ്ടാം. ഇങ്ങനെ സാധുക്കളായ സജ്ജനങ്ങളുമായി നിങ്ങൾക്ക് സംഘം വന്നാൽ എന്തുണ്ടാവും? ഭഗവത് കഥകൾ അങ്ങനെ കേൾക്കാനും അതിൽ രമിക്കാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നമ്മുടെ ഈ എല്ലാ സുഖങ്ങളും, ഇന്ദ്രിയ സുഖങ്ങൾക്ക് അപ്പുറമുള്ള ഒരു രതിയാണ് എന്ത്? ഈശ്വര കഥാശ്രവണം എന്ന് മനസ്സിലാക്കുക. മരണം വരെ ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുക, പറയുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ സർവസംഘ പരിത്യാഗിയായി സന്യസിക്കണം എന്നൊന്നും ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല. ഇനി പറയാണ്, ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ. ഹേ ശ്രീരാമചന്ദ്ര, എൻ്റെ കണ്ണുകൾ, എൻ്റെ തപസ് എല്ലാം ഇന്നാണ് സഫലമായി വന്നത്. അങ്ങയെ എനിക്ക് കാണാൻ കഴിഞ്ഞുല്ലോ. അതുകൊണ്ട് അങ്ങ് സീതാദേവിയോടുകൂടി എൻ്റെ ഹൃത്തിൽ വസിക്കണമേ. എങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോൾ എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. ഹേ ശ്രീരാമചന്ദ്ര, ഞങ്ങൾ ലൗകികരാണ്, നമ്മുടെ പ്രാർത്ഥനയാണത്. ഞങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുകയാണെങ്കിലും ഇനി ഉറങ്ങുകയാണെങ്കിലും ഹേ ശ്രീരാമചന്ദ്ര, അങ്ങയുടെ രൂപം സീതയാ സംയുതം, സീതയോടുകൂടിയുള്ള ആ രൂപം ധ്യാനിക്കാൻ, അങ്ങയുടെ നാമം ജപിക്കാൻ തോന്നിപ്പിക്കണമേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയാ, എനിക്ക് ജംബാരി, അതായത് ജംബാരി പറഞ്ഞാല് ഇന്ദ്രൻ, ദേവേന്ദ്രൻ ഒരു സാധനം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, അതിപ്പോൾ ഞാനങ്ങോട്ട് തരാന്ന്. ജംബാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഗഡ്ഗത്തോടും. ഒരു വാളും ബാണങ്ങളടങ്ങിയ ഒരു ആവനാഴിയും അമ്പും വില്ലും എല്ലാം അങ്ങോട്ട് നൽകി. എന്നിട്ട് പറയാണ്, രാക്ഷസ വംശം നശിപ്പിക്കുന്നതല്ലേ അങ്ങയുടെ ജന്മോദ്ദേശം, അതിനുവേണ്ടി ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറയാ. ഇങ്ങനെയും പറഞ്ഞിട്ട് അഗസ്ത്യമുനി ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗോദാവരി, ഇപ്പോഴത്തെ ഗോദാവരിയാണ് ഇവിടെ ഗൗതമി എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇന്ത്യയില് ഇത് ഇന്ത്യയിൽ ഈ ഭാരതത്തിൽ സംഭവിച്ചതാണ്. പഞ്ചവടിയുണ്ട്, കുറച്ച് അങ്ങോട്ട് ചെന്നാൽ എത്ര? 2 യോജന. ഒരു യോജന എന്ന് പറഞ്ഞാൽ 13 കിലോമീറ്റർ. ഈ നാഴികയും വിനാഴികയും യോജനയൊക്കെ പണ്ടത്തെ കണക്കുകളാണ്. അതായത് ഒരു 2 യോജന കഴിഞ്ഞാൽ 13 കിലോമീറ്റർ, 9 മൈലാണ് ഒരു യോജന കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചവടി കാണാം. പഞ്ചവടി പ്രവേശമാണ് ഇനി വരുന്നത്. അവിടെ പോയി ഗൗതമി തീരത്ത് ആശ്രമം കെട്ടി സുഖമായി വസിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ എന്താ പ്രതീക്ഷിക്കുക? ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ ശ്രീനാരായണന ഈ അഗസ്ത്യമുനി നമസ്കരിക്കുമെന്ന്. നേരെ ഓപ്പോസിറ്റ് അവിടെ സംഭവിച്ചത്. എത്രത്തോളം മനുഷ്യൻ താഴ്മയുള്ളവനാവണം എന്ന് പറയാ. ശ്രീരാമചന്ദ്രൻ നേരെ വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും. ഇവിടെ നാരദ മഹർഷി ശ്രീരാമചന്ദ്രനെ കാണാൻ വരുന്നുണ്ട്. അഭിഷേകത്തിന്റെ തലേ ദിവസം അഭിഷേകം നടന്ന ഇതൊന്നും നടക്കില്ല എന്ന് പറയാം. അപ്പോഴും ശ്രീരാമചന്ദ്രൻ സാഷ്ടാംഗം നാരദ മഹർഷിയെ നമസ്കരിക്കും. ഇവിടെയും അഗസ്ത്യമുനിയെ നമസ്കരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ? മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവനാ. നമ്മുടെ ചുറ്റും മരണമുണ്ട്. നമ്മൾ എത്ര വലിയ അവതാര പുരുഷനാണെങ്കിലും ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? മനുഷ്യന്റെ ധർമ്മങ്ങൾ പാലിക്കണം. ആചാര പ്രഭവോ ധർമ്മം ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളതാണ്. മനുഷ്യന്റെ ആ ഒരു ലിമിറ്റേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വാൽമീകി രാമായണത്തിൽ ശ്രീരാമചന്ദ്രനെ മനുഷ്യനായി തന്നെ മഹർഷി വർണ്ണിക്കുന്നുണ്ട്. ഇത് വലിയ ഒരു തത്വങ്ങൾ അടങ്ങുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് 1 മണിക്കൂർ എടുത്തത്. ഈ ഭാഗത്തിൽ ഇനി എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ? സംശയമുണ്ടോ? സംശയം ഉള്ളൂലേ? അവസാനം കുറച്ച് സംശയം പറയാം. ഇനി അടുത്ത ഭാഗം ജടായു സംഗമം. ഈ കുറേ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണോ? നമുക്കൊരു തോന്നലുണ്ട്, നമ്മൾ ആരും സംസ്കൃതം പഠിച്ചവരൊന്നും അല്ല, എനിക്കിപ്പോൾ രാമായണം ശരിക്കും വായിക്കാനൊന്നും അറിയില്ല, എനിക്ക് മോക്ഷം കിട്ടുമോ വെറും നാമജപം കൊണ്ട്? വേദം പഠിക്കാത്ത ഗോപികമാർക്ക്
അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. ഗോവിന്ദ ദാമോദര മാധവേദി നാമജപം കൊണ്ട് മോക്ഷം കൊടുത്തു. ഇവിടെ ജടായു എന്ന് പറയുന്ന പക്ഷിശ്രേഷ്ഠന്, സമ്പാദി എന്ന് പറയുന്ന പക്ഷിശ്രേഷ്ഠന് ശ്രീരാമചന്ദ്രൻ അണച്ചാശ്ലേഷിച്ച് മോക്ഷ കൊടുക്കുന്നത്. രണ്ട് ഭാഗവും ഇന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു പക്ഷിയായി ജനിച്ചാലും മതി, പ്രത്യേകിച്ചും ഈ കലികാലത്തിൽ. അപ്പൊ പിന്നെ നമ്മള് മനുഷ്യനായി ജന്മം കിട്ടി. എന്താ ഉപനിഷത്തുക്കൾ പറയുന്ന? മഹതോ വിനഷ്ടി, ഹേ മഹത്തുക്കളെ, ദുർലഭമായ ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് അത് നശിപ്പിച്ച് കളയരുത്. അതിനുവേണ്ടി പറയാണ് ജടായു സംഗമം. അങ്ങനെ പഞ്ചവടി തേടി പോകുമ്പോഴാണ് ജടായു എന്ന് പറയുന്ന ഒരു പർവ്വതം പോലെ ഒരു പക്ഷി, വലിയൊരു പക്ഷി അവിടെ അങ്ങനെ വീണ് കിടക്കുക. അപ്പൊ പറയാണ്, വില്ലിങ്ങു തന്നിടു നീ, ഭീതിയുമുണ്ടാകൊല്ല, കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ഹേ ലക്ഷ്മണ, ആ വില്ലിങ്ങോട്ട് തരൂ, ഇവനെ ഞാൻ ഇപ്പോൾ വധിച്ചോളാം. രാക്ഷസനാന്നാ വിചാരിച്ചതേ, രൂപം മാറി വന്ന് കിടക്കുക എന്ന് വിചാരിച്ചു. അപ്പൊ എന്താ പറയുന്നതെന്നറിയോ? ഒരു പക്ഷി ശ്രേഷ്ഠൻ ശ്രീരാമചന്ദ്രനോട് സംസാരിക്കുന്നത്, വന്ധ്യനല്ലഹം തവതാതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും, വയസ്യൻ എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, അങ്ങയുടെ അച്ഛനായ ദശരഥന്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ സുഹൃത്താ ഞാൻ. ഇപ്പോൾ നമുക്കും പെറ്റുകളൊക്കെ ഉണ്ട് വീട്ടിലില്ലേ? അതുകൊണ്ട് ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല. മാത്രമല്ല, നിന്തിരുവടിക്കു ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. അങ്ങക്ക് ഞാൻ സഹായം ചെയ്യാം ശ്രീരാമചന്ദ്ര. ഹന്തവ്യനല്ല ഭവൽ ഭക്തനാം ജടായു ഞാൻ. ഹേ ശ്രീരാമചന്ദ്ര, അങ്ങയുടെ ഭക്തനായ ജടായുവാണ് ഞാൻ, എന്നെ വധിക്കരുത് എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ തെറ്റിദ്ധരിച്ചു, കഷ്ടമായി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട്, മമ കിങ്കരപ്രവരനായി വാഴുക നീ, എൻ്റെ ഭൃത്യന്മാരിൽ ഒരാളായി വസിച്ചോളൂ എന്ന് അനുഗ്രഹിച്ചു. ശേഷം പഞ്ചവടിയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുക. പഞ്ചവടി എന്ന് പറയുമ്പോൾ 5 വടവൃക്ഷങ്ങളുള്ള സ്ഥലമാണ് പഞ്ചവടി. നമ്മൾ പറയില്ലേ അരയാല് പേരാല് എന്നൊക്കെ. അങ്ങനെ അവിടെ അവരെന്ത് ചെയ്തു? ഈ ലക്ഷ്മണൻ പർണശാലയും തീർത്തു. ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൻ. പർണശാല കെട്ടി എന്ത് ചെയ്തു? ഗംഗ നദി അതിലൂടെ ഒഴുകുന്നുണ്ട്. അങ്ങനെ ഒരു തൽപ്പം ഒരുക്കുക. എങ്ങനെയാണോ അവര് എന്താ പറയുന്നത്? ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ആ പുഷ്പങ്ങളൊക്കെ വിരിച്ച ആ മെത്തയിൽ ഉറങ്ങി അവരൊരുപാട് കാലം അവിടെ താമസിച്ചു. രാത്രിയിൽ ഉറങ്ങാതെ ജാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. 14 വർഷം തപസ്സാണ്, ബ്രഹ്മചര്യമാണ്, ഉറക്കമില്ലാത്ത ബ്രഹ്മചര്യം. ആർക്ക്? ലക്ഷ്മണന്. എന്തിനു വേണ്ടിയിട്ടാ? ഇന്ദ്രജിത്തിനെ വധിക്കണമെങ്കിൽ 14 വർഷം ഉറക്കമില്ലാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. അതുകൊണ്ടാ ലക്ഷ്മണൻ ശേഷനാഗനായ അനന്തന അതുകൊണ്ട് കാത്തുനിന്നു. ശേഷം അവരെന്ത് ചെയ്തു? സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലേ. ഇത് വലിയൊരു തത്വമാണ്. കാരണം എങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ ആണുങ്ങൾ മുന്നിൽ നടക്കൂലേ? ഇവിടെ എന്ത് പറയുന്ന അറിയോ? കാനനത്തിലേക്ക് പോരുമ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മുന്നിലായി സീതാദേവിയും അതിനും മുന്നിലായി ലക്ഷ്മണ നീയും നടക്കണം. ഇത് വലിയ ഒരു തത്വം. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മായ. ഇതാണ് സീതാദേവി, പ്രകൃതി. ഈ മായയെ മറികടക്കണമെങ്കിൽ ലക്ഷ്മണൻ എന്ന ജീവാത്മാവാണ് നമ്മൾ. ഈ ലക്ഷ്മണൻ എന്ന ജീവാത്മാവ് മായയാകുന്ന സീതയെ മറികടന്നാലേ പരമാത്മാവാകുന്ന ശ്രീരാമചന്ദ്രനിലെത്തൂ. അതാണ് തത്വം. അതുകൊണ്ടാണ് സീതയെ മധ്യയാക്കി നടന്നു എന്ന് പറയുന്നത്. നമ്മൾ ഈ ലൗകികത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങും. എന്നിട്ടോ നമുക്ക് എന്ത് വേണം? മോക്ഷം വേണം. മോക്ഷം വേണമെന്ന് ആഗ്രഹിച്ചാൽ മതിയോ? പീഡിയയിൽ വാങ്ങാൻ കിട്ടുമോ? ഇല്ല. അപ്പൊ എന്ത് വേണം? മായയിൽ മുങ്ങാതെ ഈ ലൗകികത്തിൽ ഈ ഇതിലൊക്കെ ഇത്ര സുഖേ കിട്ടൂന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആശ്രമം ശ്രമിച്ചാൽ മാത്രം കിട്ടുന്നത് ആശ്രമം. നമുക്ക് 4 ആശ്രമങ്ങളൊക്കെ ഉണ്ടില്ലേ? വർണ്ണാശ്രമ ധർമ്മങ്ങൾ നമ്മൾ പാലിക്കണം. അതൊക്കെ നമുക്ക് ഉള്ളതാ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. ഏതാ? നമ്മൾ ചെറുതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രഹ്മചര്യം, വിദ്യാഭ്യാസകാലം. അത് കഴിഞ്ഞാലോ ഗൃഹസ്ഥാശ്രമം, കുട്ടികളൊക്കെ ഉണ്ടായി നമ്മളെ യൗവനം അവർക്കണ്ട് കൊടുക്കുക നമ്മൾ ചെയ്യുന്ന റിട്ടയർ ആകുമ്പോഴേക്ക്. അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥം. അപ്പോഴേ ഇതിനൊക്കെ എല്ലാവർക്കും സമയം കിട്ടുന്നുള്ളൂ. കാരണം എല്ലാവർക്കും പ്രാരാബ്ദമാണ്. അപ്പം എന്ത് ചെയ്യുക? ഒരു ക്ഷേത്ര
സങ്കേതത്തിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക, കിട്ടിയാ കിട്ടി, പോയാ പോയി. എന്താ, ഭക്ഷണാണ് പ്രധാനം, ഭക്ഷണാണ്. എല്ലാവരുടെയും വിചാരം എന്താണോ, ഇതങ്ങോട്ട് കഴിച്ചാൽ സുഖമായി, വീട്ടിലില്ലാണ്ടാണോ? പക്ഷെ അതാണ് പ്രധാനം, അതിനു വേണ്ടി കടന്നു ഓടും. എന്നിട്ടോ ആ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഫാറ്റ് ആൻഡ് ബോസ് ആണ്, ഒന്നും കിട്ടില്ല, ഒന്നും അതിൽ ഇരിക്കാൻ കഴിയില്ല ഈ ശരീരത്തിൽ എന്നാ പറയുന്നത്. അമൃതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇത് ഭക്ഷിക്കാൻ വേണ്ടി ഓടും മനുഷ്യന്മാര്. അത് കഴിഞ്ഞാലോ അവസാനമാണ് എന്ത്, സന്യാസം. ഈ 4 ആശ്രമം നമ്മൾ പാലിക്കണം. എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ലൗകികത്തിൽ മുങ്ങിക്കൊണ്ട് മായയാകുന്ന സീതാദേവിയെ അതിജീവിച്ച് പരമാത്മാവാകുന്ന ശ്രീരാമചന്ദ്രനിലേക്ക് അങ്ങോട്ട് ലയിക്കാൻ കഴിയൂ എന്ന് പഞ്ചവടിയിൽ പറയാ. അതിനുശേഷമാണ് സുദീർഘമായ ലക്ഷ്മണോപദേശം. ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ഭാഗത്തിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. വലിയ ഒരു ലക്ഷ്മണോപദേശം നിങ്ങൾ കേട്ടു കുറച്ച് ദിവസം മുമ്പ് അല്ലേ? ഇനി അതിനും മുകളിലായി നിൽക്കുന്ന, മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള ഭാഗമാണ് ഇന്ന് പറയുന്ന ലക്ഷ്മണോപദേശം. അതായത് ലക്ഷ്മണൻ ആരാ? അനന്തനാണ്, അനന്തനാഗമാണ് എന്ന് പറഞ്ഞു. ഈ ലക്ഷ്മണൻ ചോദിക്കുകയാണ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? എനിക്ക് മുക്തി വേണമെന്നല്ലേ? ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? ഇക്കും ഇന്റെ കുട്ടികൾക്കും കെട്ടികൾക്കും സുഖാവണേ ഇതല്ലേ പ്രാർത്ഥിക്കാറുള്ളത്. എന്താ ചോദിക്കണ്ടേ? ഭഗവാനെ എനിക്ക് മോക്ഷം തരണം കേട്ടോ, കുറെ ദിവസമായി ഞാൻ ഇങ്ങനെ പണിയെടുക്കണു, എന്ത് ചെയ്താലും കുറ്റ. ഒരു തരത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ, ഭക്ഷണമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ, കുറ്റം കൊണ്ടാണ് കൂലി തരാറില്ലേ? സംഭവിച്ചിട്ടില്ലേ ഒരിക്കലെങ്കിലും? ഒരിത്തിരി ഉപ്പ് കൂടിയാൽ മതി, എരി കൂടിയാൽ മതി, ഒരൊറ്റ തട്ടാലേ ദേഷ്യം, നമ്മൾ അതൊക്കെ സഹിച്ച് അങ്ങനെ നിൽക്കും. നമ്മൾ അവരുടെ ഒരു കീഴായ്മയിൽ നിൽക്കുന്ന പോലെയൊക്കെ ഒരു തോന്നൽ വരും നമുക്ക്. പക്ഷേ എല്ലാത്തിനെയും തട്ടി മാറ്റി വകഞ്ഞ് എനിക്ക് ഭക്ഷണം അവിടെ അമ്പലത്തിൽ നിങ്ങൾ വേണമെങ്കിൽ വെച്ചോ കഴിച്ചോ അല്ലേ. ആശ്രമം മാറി വാനപ്രസ്ഥായി. ഇവിടെ പറയാണ് ശ്രീരാമചന്ദ്രനോട് ലക്ഷ്മണൻ നമുക്ക് വേണ്ടി ചോദിക്കുക. 3-ാമത്തെ വരി, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം, എന്റെ അജ്ഞാനമെല്ലാം നീങ്ങുന്ന തരത്തിൽ എനിക്ക് മുക്തിമാർഗം ഉപദേശിച്ചു തരണം ശ്രീരാമചന്ദ്ര എന്ന് പറയാ. അപ്പൊ ശ്രീരാമചന്ദ്രൻ ചിരിച്ചിട്ട് എന്താ പറയുന്നതെന്നറിയോ? കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. ഒരു വികല്പവും ഒന്നും വേണ്ട, സംശയമൊന്നും വേണ്ട, നീ ഇത് കേട്ടോളൂ, ഇത് വളരെ രഹസ്യമാണ്. രഹസ്യം ആർക്കേ പറഞ്ഞു കൊടുക്കാവൂ? ഭക്തിയുള്ളവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം എന്ത് പറയുന്നു? മായാസ്വരൂപത്തെ ഞാൻ ആദ്യം പറഞ്ഞു തരാം. എന്താ മായ? ഇത് തന്നെ മായ. മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ അറിയാലോ. നമുക്ക് ഇങ്ങനെ തോന്നും, ഇവിടെ സുഖിച്ച് നാരദ മഹർഷിയൊക്കെ പറയും പോലെ സുഖിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സത്യം, തന്നെ സത്യം. അതെ, ഒരു സുപ്രഭാതത്തിലോ അതൊന്നും കാണാനില്ലെങ്കിലോ അപ്പം മനസ്സിലാവും ഇതൊക്കെ മിഥ്യാന്നുള്ളത്, മായാസ്വരൂപം. മറ്റു പറയാ, പിന്നെ ജ്ഞാനസാധനം ചൊല്ലിത്തരാം. ജ്ഞാനസാധനം എന്താ? എന്താണ് നമ്മൾ അറിയേണ്ടുന്നത് എന്നുള്ളതാണ് ജ്ഞാനസാധനം. അതിനുശേഷം പറയാ വിജ്ഞാനസഹിതമാം ജ്ഞാനം പറഞ്ഞു തരാം. എന്താ വിജ്ഞാനസഹിതമായ ജ്ഞാനം? ശാസ്ത്രത്തിൽ ചേർത്ത്. ഇപ്പോ ദശാവതാരങ്ങളെ കുറിച്ച് പറയൂ ടീച്ചറെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ദശാവതാരങ്ങള്. അതൊന്ന് ശാസ്ത്രം ചേർത്ത് പറയൂ എന്ന് നിങ്ങൾ ആചാര്യന്മാരോട് ചോദിക്കണം. അതാണ് ശരിയായ ആചാര്യന്മാർ. ശാസ്ത്രം ചേർത്ത് പറയുമ്പോഴോ ഒരു കുട്ടി ഉണ്ടാവുന്നത് മുതൽ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ആദ്യം മത്സ്യം അല്ലേ, മത്സ്യം ഇങ്ങനെ തുഴയല്ലേ, കുട്ടി കമന്ന് വീണ് തുഴഞ്ഞുകൊണ്ടിരിക്കല്ലേ. മത്സ്യം കൂർമ്മം, കുട്ടി പിന്നെ എന്താ ചെയ്യണത്? എഴയല്ലേ. നീന്തൽ തുടങ്ങിയോ എന്നാ ചോദിക്കുക. എഴയും. മത്സ്യകൂർമ്മം വരാഹം മുട്ടുകുത്തും, 4 കാല് കുത്തി നടക്കുക മൃഗല്ലേ, വരാഹ രൂപിയായിട്ട് പന്നിയായി. അത് കഴിഞ്ഞിട്ടോ മത്സ്യകൂർമ്മ വരാഹജ നരസിംഹം. പിന്നെ എന്താ? ഹ്യൂമൻ ഇവല്യൂഷനാണ്. അതായത് കുരങ്ങിൽ നിന്നും മനുഷ്യനുണ്ടായി എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മനുഷ്യന്റെ ആ ഒരു രൂപാന്തരം, പരിണാമ സിദ്ധാന്തം അവിടെ പറയുന്നു, സയൻസാണ്. അതിനുശേഷം നരസിംഹച വാമന. വാമനൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടിയായി അവൻ സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. രാമോ രാമശ്ച രാമ. നമ്മളെ സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത്? ആദ്യം ശിലായുഗം എന്ന് പഠിപ്പിക്കും. ശില എന്ത് ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു? കൽമഴു ഏന്തിയ രാമൻ, പരശുരാമൻ, പരശു നേന്തി കൊണ്ട് നടക്കുന്നത് ആരാ കൊടുത്ത്? മഹാദേവന. ഇനിയോ അത് കഴിഞ്ഞ രണ്ടാമത് നമ്മളതിനെ പഠിപ്പിക്കും, ലോഹയുഗം പഠിപ്പിക്കും. ലോഹമായിട്ട് അമ്പും വില്ലും ഉപയോഗിച്ചത് ആരാ? ശ്രീരാമചന്ദ്രൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? കൃഷി തുടങ്ങി. ബലരാമൻ കലപ്പയേന്തി കൃഷി നടത്തി. മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി എന്ന് സയൻസ് പറയുന്നു. കൃഷ്ണൻ ഗോക്കളെ മേച്ച് നടന്നു. കൃഷി തുടങ്ങിയത് കലപ്പ, കൃഷ്ണൻ കഴിഞ്ഞ മൃഗങ്ങൾ. അത് കഴിഞ്ഞാലോ
ഇപ്പൊ എന്താ സംഹാരവാസനയുള്ള മനുഷ്യനാ, ഗഡ്ഗഭൂമേന്തി ചിരിച്ചലറി തത്ര രാമായണം പറയുന്നു, കൽക്കിയായി അവതരിക്കും. ഇതൊക്കെ വെച്ച് സിനിമകളൊക്കെ എത്രത്തോളം വിജയിക്കുന്നു അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്ത് വരില്ല, ഇങ്ങനെ ഒരു സദസ്സിൽ വന്ന് കയറിയിരിക്കാൻ തോന്നില്ല. സർവം മറന്ന് നിങ്ങളൊരു പ്രഭാഷണ വേദിയിൽ അങ്ങനെ 2 മണിക്കൂർ സർവം മറക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഇരിക്കുന്നവരൊക്കെ കുറച്ച് ഏജ് ആയവരാ അല്ലേ, കുട്ടികൾ വളരെ കുറവാ. നമുക്ക് ഒരുപാട് വേദനകളാ, ലൗകികന് മാനസികമായും ശാരീരികമായും വേദനകൾ ഉള്ളവരാ. ഒരുപാട് പ്രശ്നങ്ങളുടെ പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം രാമായണം പറയാ. ഈ പ്രാരബ്ധത്തിൽ ഇങ്ങനെ മുങ്ങി പൊന്തി ജീവിക്കുന്നതിനിടയ്ക്ക് ഇത്തിരി സമയം ഇവിടെ വന്നിരുന്ന് എല്ലാ വിഷമങ്ങളും മറക്കുക. ഭക്തി ഇത് തന്നെയാണ് വലിയ ദിവ്യൌഷധി. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി, ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഈശ്വരാർപ്പണമായി ചെയ്താൽ അതെന്തായി, കർമ്മയോഗായി. അത് ഈശ്വരാർപ്പണം അല്ലാതെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലോ, ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. എത്ര കർമ്മം ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം നിഷ്ഫലമാണ് കേട്ടോ. ഇനി പറയാ ജ്ഞാനം വിജ്ഞാന സഹിതം, അതാണ് വിജ്ഞേയം ആത്മസ്വരൂപത്തെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയുന്നത്. കാരണം മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മായയിൽ മുങ്ങുന്നതിനെ കുറിച്ചോ ജന്മം എടുത്തതിനെ കുറിച്ചോ നമ്മുടെ പിന്നാലെ വരുന്ന മരണത്തെക്കുറിച്ചോ നമുക്ക് ഭയം ഉണ്ടാവില്ല ലക്ഷ്മണ എന്ന് പറഞ്ഞു കൊടുക്കുക. മായയാലാകുന്നതോ നിർണയമതിനാലേ, മായ കൊണ്ടാണ് ഈ ദേഹാദി വസ്തുക്കളൊക്കെ എൻ്റെ എന്ന് തോന്നുന്നത്. കാരണം മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു, രജ്ജു കണ്ടെത്തിങ്കലേ പന്നക ബുദ്ധി പോലെ. ഇത് വലിയൊരു വാക്യാർത്ഥം. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. നമുക്കിങ്ങനെ തോന്നുക ഇതൊക്കെ ഇവിടെ ഉണ്ട്, എനിക്ക് സുഖമുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം എന്താ, ആ തത്വം ആദ്യം മനസ്സിലാക്കണം. ഇപ്പോ നമ്മൾ ഈ 60 കിലോ, ഏകദേശം 60 കിലോ ആയിരിക്കുന്ന ഈ ശരീരം ജനിച്ചു വന്നപ്പോൾ 2 കിലോ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം. മരിക്കുമ്പോൾ 60 കിലോ ഉണ്ടെങ്കിൽ നമ്മൾ വന്നപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ? വാങ്ങിയതെല്ലാം തിരിച്ചു കൊടുക്കണം, നമുക്ക് ഉറപ്പാണ്. ഈ പ്രകൃതിയിൽ നിന്നും എടുത്ത് ഭക്ഷിച്ച മണ്ണെന്താ, കുമ്പളങ്ങ മണ്ണല്ലേ, അരിമണ്ണല്ലേ, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. നമ്മൾ കുടിച്ച ജലം തിരിച്ചു കൊടുക്കണം. വായു ശ്വസിക്കുന്നത്, വയറിലുള്ള അഗ്നി, ഇതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോ വാങ്ങിയതെല്ലാം തിരിച്ചു കൊടുക്കണം, വന്നതിനെല്ലാം തിരിച്ചു പോകണം. ആ സ്ഥിതിക്ക് ആ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ യാതൊരുവിധ വിഷമങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം, തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം. ഈ ദേഹം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാ. നമുക്ക് ഈ ബന്ധം സംസാരമൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. ഹേ കൃഷ്ണ, ഞാൻ ഈ സംസാരത്തിൽ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സംസാരത്തിൽ മുങ്ങുന്നതും ലൗകികമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും നമ്മുടെ ദേഹവുമായുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നതും നമുക്ക് എന്താ തോന്നല്? എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടിയോള്, അല്ലെ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എന്നും ഇതുണ്ടാവുമോ? അമ്മ പറയും ചക്കയും മാങ്ങ എന്നും ഇല്ലാത്തതുപോലെ അച്ഛനും അമ്മയും എന്നും ഉണ്ടാവില്ല. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ, പൊരുൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിഷമങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ ലക്ഷ്മണ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. നീ അടുത്ത പേജ് നോക്കിക്കോളൂ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. ഗീതയാണത്. ഗീതാ തത്വങ്ങൾ ഇതിൽ ഒരുപാട് വെച്ചിട്ടുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹം തന്നെയാണ്. അതെങ്ങനെയാ? ഈ ദേഹത്തിന് എത്ര തുളകളുണ്ട്? 9 തുളകളുണ്ട്. ക്ഷേത്രത്തിലും നോക്കൂ, നിങ്ങൾക്കത് കാണാം. 4 ദിക്കുകൾ കാണുന്നില്ലേ? പിന്നെ വീണ്ടും 4 ദിക്കുകൾ ഫ്രണ്ടിൽ നമ്മൾ നിന്ന് തൊഴാറുണ്ട്. എന്താന്ന് വെച്ചാ ഇത് പറയാണ് ഗീതയിലെ 13-ാം അധ്യായത്തില്, ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഹേ കൗന്ദേയ, ഹരേ നാരായണ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ
രാമ രാമ രാം രാമ രാമ രാം രാമ രാമ രാം ശ്രീരാമ രാമ രാം രാമ രാമ രാം രാമ രാമ രാം രാമ രാമ രാം ശ്രീരാമ രാമ രാം प्रेम मुदित मनसि कहु राम 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 श्री राम 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 माता पिता बंधु सखा सब ही राम नाम भक्त जनन जीवन धन एक राम नाम മാതാവിനേക്കാളും പിതാവിനേക്കാളും ഉയരത്തിലാണ് രാമമന്ത്രം എന്നാ പറയുന്നത്. ഇനി പറയുന്നത് നോക്കൂ, ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങൾ അറിഞ്ഞാലും. ക്ഷേത്രമാണ് ശരീരം എന്നത് വിശദമായിട്ട് പറയുന്നുണ്ട്, എല്ലാം കൂടിയും പറയും സമയം ഉണ്ടാവില്ല. ഇവിടെ പറയുന്നത് ക്ഷേത്രമാണ് ശരീരം, ശരീരം ക്ഷേത്രമാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് തൊഴുമ്പോൾ നമുക്കൊരു സംശയം, ഞാൻ എന്നെ ക്ഷേത്രമല്ലേ, പിന്നെ ഇപ്പം എന്തിനാ ഇവിടെ വരണേ? അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, വിഗ്രഹം വിശേഷേണ ഗ്രാഹ്യതേ ഇത് വിഗ്രഹ, വിശേഷമായിട്ട് ഗ്രഹിക്കേണ്ടതാ. നമ്മൾ പറയും ബിംബം നോക്കി തൊഴൂ കുട്ടീനോട്. എന്താ ബിംബം? ഇവിടെ ഒരു ബിംബമുണ്ട്, ഇതാണ് ജീവാത്മാവ്. ഈ ജീവാത്മാവ് ആ ബിംബത്തിൽ പ്രതിഫലിക്കും. ഒരു ബിംബം എന്ന് പറയുന്നത് എന്താ? പ്രതിഫലിക്കുക. കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രതിഫലിക്കുന്നതാ ബിംബ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജീവാത്മാവ് പരമാത്മാവായ ആ ബിംബത്തിൽ അങ്ങനെ പ്രതിഫലിച്ച് കാണും. അതുകൊണ്ടാണ് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രം തന്നെ എന്താ? ഈ ക്ഷേത്രം, ശരീരമാകുന്ന ക്ഷേത്രത്തിലിരിക്കുന്ന ബിംബമാണ് നമ്മുടെ ആത്മാവ്. മനസ്സൊക്കെ എന്ന് പറയുന്നതിനും ഉയരത്തിലാണ് ആത്മാവും. ജീവൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം അതിൽ വരുന്നുണ്ട്. അതിനും ഉപരിയായി നമുക്കൊരു ആത്മാവുണ്ട്. ഈ ജീവാത്മാവിനെ നമുക്ക് എങ്ങോട്ട് എത്തിക്കണം? പരമാത്മാവായ ശ്രീരാമചന്ദ്രനിൽ എത്തിക്കണം. അതാണ് അവിടെ ചെന്ന് ആ തൊഴുതങ്ങോട്ട് നമസ്കരിക്കുമ്പോൾ ഹം ബ്രഹ്മാസ്മി എന്ന വലിയ ഭാവത്തിലേക്ക് നമ്മൾ ഉയരുന്നത്. ആദ്യം ബിംബമൊക്കെ അങ്ങനെ നോക്കി തൊഴൂലേ? അടച്ചാ തുറന്നാ തൊഴണ്ടേ ടീച്ചറെ? സംശയ. അപ്പോൾ പറയും ആദ്യം തുറന്ന് ഭഗവതി ആ പൂമൂടലൊക്കെ കഴിഞ്ഞ് അലങ്കാരത്തോടു കൂടി ഇരിക്കുക. ആ വിഗ്രഹത്തെ മനസ്സിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചിട്ട് ഒറ്റടക്കല. വിജാഗിരി ഇല്ലാത്തൊരു വാതിലുണ്ടല്ലോ അല്ലേ, വേണ്ടാ തോന്നുന്നത് കാണണ്ട. അടച്ചു കഴിഞ്ഞാലോ പിന്നെ ഇവിടെയാ നമ്മൾ കാണുന്നേ 4 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഗുരുവായൂരപ്പന് മുന്നിലാണ്ട് എത്തും. എന്നിട്ട് ഒറ്റ അടക്കല. ഒരമ്മ വിളിച്ചു, ടീച്ചറേ 4 മണിക്കൂറൊക്കെ നിന്നു കേട്ടോ, ഞാൻ കണ്ടില്ല എന്ന് ഗുരുവായൂരപ്പൻ്റെ രൂപം. എന്തേ? അവിടെ ചെന്നപ്പോൾ ഞാൻ അടച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം തുറന്ന് വിഗ്രഹത്തെ നമ്മൾ ആവാഹിച്ചതിന് ശേഷം അടച്ചു തൊഴണം. ഈ വക കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ ഗ്രന്ഥങ്ങളിലൂടെ അങ്ങനെ പോകണം. ഇവിടെ പറയാ, ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങൾ അറിഞ്ഞാലും. അപ്പൊ അത് പര്യായ ശബ്ദം മാത്രമാണ്, എല്ലാം ഒന്നാണ് എന്ന് പറയാ. ഇനി എങ്ങനെ ആയിരിക്കണം ഭക്തൻ എന്ന് പറയാ? അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി. എങ്ങനെ വേണം? സത്യത്തിലൂടെ നീങ്ങണം. പിന്നെയോ മന്യുഭാവം ത്യജിക്കണം, കോപഭാവം ത്യജിക്കണം. ഈ കോപം, ക്രോധം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു. ക്രോധം ഇല്ലാത്ത വ്യക്തികളുടെ കൂടെ ജീവിക്കാൻ വളരെ സുഖ. മഹാദേവനോട് ശ്രീ പാർവതി ദേവി പറഞ്ഞു ഇത്രേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, എന്തേ ഡൈവോഴ്സിലെത്തി. അപ്പം എന്താ എപ്പോൾ നോക്കിയാലും ദേഷ്യപ്പെടുകയാണേ. അപ്പം ഭഗവാന് മനസ്സിലായി ഇത്രേ. അതിന് വേണ്ടിയിട്ടാണ് ആരെ ഉണ്ടാക്കിയേ? ദുർവാസാവായിട്ട് ആ കോപത്തെ സൃഷ്ടിച്ചത്. ശ്രീപാർവതിയുടെ ദുർവാസം മാറ്റാനാണ് ദുർവാസാവ്. എപ്പോൾ നോക്കിയാലും ദേഷ്യപ്പെടുമല്ലോ ആ മഹർഷി, അതാണ് അതിന് കാരണം. വീട്ടിൽ അങ്ങനെ ഒരു ദുർവാസാവ് ഉണ്ടെങ്കിൽ എന്താ തോന്നുക? ഇങ്ങോട്ട് വന്നാൽ പിന്നെ പൂവന്നെ വേണ്ടാ തോന്നില്ലേ? എന്തൊരു സുഖം, അവിടെ ആരും ചീത്ത പറയാനില്ല, സമയത്ത് ഒരു പിടിയാണേലും ഭക്ഷണം നമുക്ക് കഴിക്കാം, ഈശ്വര കഥകളും കേട്ട് അങ്ങനെ ഇരിക്കാം. ഇതിലും വലിയൊരു സുഖം എന്താ? ഇതാണ് സുഖം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഭഗവതിയുടെ അനുഗ്രഹം വേണം. എന്നിട്ട് പറയാ, പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത്
തൊട്ടും. അതാണ് മറ്റുള്ളവരെ കൂടെ കൂടുമ്പോഴേ സത്തുക്കൾ കൂടെ കൂടിയില്ലെങ്കിൽ എന്താണോ അവർ പറയും, എന്താ പാടിയിരുന്നത്, നീ പോരും നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഇന്ദ്രിയങ്ങളുടെ പുറകെയാണ്. ആ 5 കുതിരകളെ വലിക്കുന്നത് പോലെ ഭഗവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വലിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട്. എന്തു പറയാ, ആത്മാവാകുന്നതെന്തൊന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം. ഈ ദേഹം, ഈ ശരീരം, ബുദ്ധി, അഹങ്കാരം ഇതൊന്നും ആത്മാവല്ല. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ ഇട്ട് പോണത്. പിന്നെ എന്താണ് ആത്മാവ് എന്ന് പറയുന്നത്? മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിതാത്മാവു ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിഹ തൊൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. കുറെ വർഷമായി ഇത് വായിക്കണു അല്ലേ? ഈ ഒരു 2ാമത്തെ വരിയുടെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവില്ല. അതാണ് തത്വമസി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? തൽപദാത്മാ ജ്ഞാനിഹ തൊൽപദാർത്ഥവുമായി, അതാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. തത്വം അസി വേദമന്ത്ര. ആദ്യത്തെ വേദത്തിൽ പറയുന്നതാണ് എന്ത്? ഋഗ്വേദത്തിൽ പറയുന്നതാണ് അയം ആത്മാ ബ്രഹ്മ. 2ാമത് പറയും യജുർവേദത്തിലെ അഹം ബ്രഹ്മാസ്മി. 3ാമത്തതിലെ സാമവേദത്തിൽ പറയുന്നതാണ് തത്വം അസി. ശബരിമലയിൽ ചെന്നാൽ കാണുന്നില്ലേ തത്വം അസി? എന്താ? അത് നീ തന്നെയാകുന്നു. തത്ത്, അത്. നമ്മൾ അവസാനം പറയില്ലേ യജ്ഞം അവസാനിപ്പിക്കുമ്പോൾ ഹരിഹി ഓം തത് സത്ത് എന്നുള്ളത്? തത്ത് സത്ത്, അത് സത്ത് എന്ന് പറയുന്നത് അത് നീ തന്നെയാണ് എന്ന് പറയാം. അവസാനത്തെ സാമം സംഗീതം, അതിനുശേഷം ഋഗ്വേദ യജുർവേദ അഥർവവേദത്തിൽ പറയുന്നതാണ് അയം ആത്മാ ബ്രഹ്മ. ഈ 4 വേദാർത്ഥങ്ങൾ തന്നെയാണ് ഈ പുരാണങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തത്വം അസി, അത് നീ തന്നെയാണ്. ഇനി കാലുകൊണ്ട് വേഗം ഇങ്ങോട്ട് വരണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മലയൊക്കെ കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അതാണ് ഇവിടെ പറഞ്ഞ തൽപദാത്മാ ജ്ഞാനിഹ തൊൽപദാർത്ഥവുമായി എന്ന് പറയുന്നത്. ഇനി പറയാണ് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. എന്താ കൃഷ്ണൻ അല്ലെങ്കിൽ എന്താ ശ്രീഭദ്ര? ജ്ഞാനം തന്നെ, അറിവ് തന്നെ, അറിവാണ് ഈശ്വരൻ എന്ന് നമ്മളെ ഇവിടെ പഠിപ്പിക്കുക. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയാണ് ജ്ഞാനമാചാര്യസ്ത്രൗഗോപദേശ ഐക്യജ്ഞാനം. ഈ ജ്ഞാനം ഇപ്പൊ എവിടുന്നാ കിട്ടുക എന്നുള്ള ഒരു സംശയം നമുക്ക് തോന്നും. ജ്ഞാനം കൊണ്ട് എന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം എന്ന് പറയുമ്പോൾ ജ്ഞാനം കിട്ടണമെങ്കിൽ ഗുരുവിൻ്റെ മുഖത്ത് ചെല്ലണം. ആരാ ഗുരു? ഗുരു എന്ന് പറഞ്ഞാൽ ലഘുവല്ല, ഗുരു. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട, രു എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടിനെ രോദനം ചെയ്യുന്നവൻ. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ വിജ്ഞാനമാകുന്ന വെളിച്ചം കൊണ്ട് നീക്കം ചെയ്യാൻ കഴിവുള്ളവനാണ് ഗുരു. നമ്മുടെ അജ്ഞാനം എന്താ? എന്തിനാപ്പ ഈ ജന്മം കിട്ടിയേ, എന്തിനാപ്പ ഈ രാമായണം വായിക്കണേ എന്നൊക്കെ തോന്നുന്നത്. എല്ലാ വർഷവും വായിക്കുന്നുണ്ടല്ലേ, എല്ലാ വർഷവും പ്രഭാഷണവും കേൾക്കുന്നുണ്ട്. എന്തിനാ ഇതിങ്ങനെ പൊടി തട്ടിയിരിക്കുകയാണേ? സപ്തർഷികളൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രഭാഷണം നടത്തൂത്രേ, സത്സംഗം. ഒരു മഹർഷി പറയും, മറ്റാറാളും കേൾക്കും. കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ പറയും, മറ്റാറാളും കേൾക്കും. അതാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേ. രാമായണവുമായിട്ട് നിങ്ങൾ രാവിലെ ഇവിടെ വരും, 9 മണിയായി തുടങ്ങി 10 മണി വരെ രാമായണം വായിച്ചു. ആ വായിച്ചതിന്റെ ഭാഗം പറയാൻ നിങ്ങൾക്കൊരു ആചാര്യനെ ശ്രീ ഭഗവതി കൊണ്ടുതരിക. അത് തന്നെ, അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ. ഗുരുക്കന്മാരെ നമ്മുടെ മുന്നിൽ എത്തിച്ചു തരുന്നത് ശ്രീ ഭഗവതിയാ. ഇങ്ങനെ മുട്ടി നോക്കൂത്രേ, അവിടെ ചെന്നാ തല 4 ഇടി ഇടിക്കാറില്ലേ നമസ്കരിക്കുമ്പോൾ? അപ്പൊ ഭഗവതി ഇങ്ങനെ മുട്ടി നോക്കൂത്രേ, ഇത് പാകം വന്നണോന്ന്. കൊട്ടത്തേങ്ങ കുലുക്കി നോക്കണ പോലെ. പാകം വന്നവർക്ക് തോന്നൂത്രേ ആ പ്രഭാഷണം ഉണ്ട് ഇവിടെ ഇരിക്കുക. അല്ലാത്തവർക്ക് പാകം വരാത്തോണ്ട് അവർ വേഗം പോവും. ആ പാകം വന്നവർക്ക് വേണ്ടി ശ്രീ ഭഗവതി ഇപ്പൊ മുരളി മാഷ് കൂടെ ഇങ്ങോട്ട് എത്തിക്കും കുറച്ച് പേരെ അല്ലെ. ഒരു 15 ആളെ നിങ്ങൾക്ക് കിട്ടും 30 ദിവസം കൊണ്ട്. 32 ദിവസം ഉണ്ട് ഈ വർഷം. അപ്പോൾ അങ്ങനെ ആചാര്യന്മാരുടെ മുന്നിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കൂ എന്ന് പറയാ. കാരണം ഈ ശാസ്ത്രങ്ങൾ തോറും ഇങ്ങനെ പോകുമ്പോൾ ഈ വേദാർത്ഥങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ തൽപദാത്മാ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ തൽപദം? ഇത്രയേ ഉള്ളൂ, തത്വം അസി. ഇത് പറഞ്ഞു തരാൻ ഒരു ആചാര്യൻ തന്നെ വേണം എന്ന് ഞാനിത് വായിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. സന്ധ്യാമ്പങ്ങനെ ഇതിരുന്ന് വായിച്ചു കഴിയുമ്പോൾ ചില കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ആചാര്യൻ, നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള തുഞ്ചത്താചാര്യനെ നമ്മൾ എത്ര തവണ നമിക്കണം എന്നറിയോ? ആ വാൽമീകി മഹർഷി എഴുതിയ കടുകട്ടിയായ വാൽമീകി രാമായണം വായിച്ച് 24,000 ശ്ലോകങ്ങളെ കറന്നെടുത്ത് 6 കാണ്ഡങ്ങൾ, എനിക്ക് ഒരു കാണ്ഡം കൂടിയും കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ. 7 കാണ്ഡുണ്ട് ശരിക്ക്. പക്ഷെ ഉത്തരരാമായണം വായിക്കണം കേട്ടോ. ഉത്തരകാണ്ഡം എന്ന അവസാനത്തെ കാണ്ഡാണ് ഉത്തരരാമായണം. അതിലാണ് ആ ബ്രഹ്മാവിൻ്റെ സ്തുതി. ശ്രീരാമചന്ദ്രൻ സരയൂ നദിയിൽ
മുകളിൽ ഇറങ്ങി മോക്ഷം ഇടുന്നതൊക്കെ അതൊക്കെ അറിയണം. ഇനി പറയാണ് ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. എന്താണ് മുക്തി? നമുക്ക് എപ്പോഴും സംശയ. കാര്യകാരണങ്ങൾ ആത്മാവിൽ അങ്ങോട്ട് ലയിക്കണം. എന്താ കാര്യവും കാരണവും? കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഒരു കാര്യമാണ് അല്ലെ. ഇതിനുള്ള കാരണം എന്താ? കാരണം നമ്മളുടെ ഈ ജീവാത്മാവിന് ആത്മാനുഭൂതി ലഭിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാനുഭൂതി അനുഭവിക്കാം. അതാണ് നമുക്കുള്ള ഒരു ഗുണം. മനുഷ്യനായ വേറെ ആർക്കും അതിന് സാധിക്കില്ല. മോക്ഷം അങ്ങോട്ട് കിട്ടിപ്പോയാൽ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ അങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല. ഭഗവാൻ കൽക്കണ്ടം തന്നെ ആയി മാറിയാൽ മധുരം അനുഭവിക്കാൻ പറ്റുമോ? അതാണ് ആ ആത്മജ്ഞാനം ലഭിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം, അത് തന്നെയാണ് ഏറ്റവും വലിയ മുക്തി എന്ന് പറയുക. മോക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? എല്ലാത്തിൽ നിന്നും ഒരു വിടുതി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് പറയുന്നത്? അത് മോക്ഷം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോളൂ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിന്നുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ. എൻ്റെ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവല്യം കിട്ടും. പക്ഷെ ഇതറിയുന്നുണ്ട്, ആത്മജ്ഞാനം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നതെന്നറിയോ? നേത്രമുണ്ടെന്നാകിലും കാൺമതിന്നുണ്ടു പണി. കണ്ണൊക്കെ ഉണ്ട്, രാത്രിയായാൽ നമുക്ക് നമ്മളെ കാല് കാണുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഭക്തി. ഭക്തിയുണ്ട്, അതൊക്കെ ഉണ്ട്. നാമം ചൊല്ലാറുണ്ടോ? ഉണ്ട്. എന്താ? എന്തിനാ ജീവിതം അങ്ങനെ ജീവിച്ചു പോണേ? ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. ഒരു കുറ്റിയില് പശുവിനെ കെട്ടിയിട്ടാ എങ്ങനെയാ? അതാണ് അവസ്ഥ നമ്മുടെ ജീവിതം. അങ്ങനെയല്ല, ഇതെല്ലാം പൊട്ടിച്ച് ഒരു ദിവസം എങ്ങോട്ട് പോകണം? ഈ ആത്മാവിനെ, ജീവാത്മാവിനെ പരമാത്മാവായ ശ്രീരാമചന്ദ്രനെ ലയിപ്പിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾ അങ്ങനെ ജപിച്ചോളൂ. നിങ്ങൾക്ക് കൈവല്യം വന്നു ചേരും എന്ന് പറയാ. അല്ലാതെ ഭക്തനാ എന്ന് പറഞ്ഞു നടന്നാൽ എന്ത് കിട്ടില്ല? അതിനു വേണ്ടി ശ്രമിക്കണം, ആ ശ്രമം ചെയ്യണം. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവുമുണ്ടായി വരും. പ്രകാശിക്കും ആത്മാവ് നൂനം. എന്തുകൊണ്ടാ? നമുക്ക് ആത്മാവുണ്ട്, പക്ഷേ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഒരു കണ്ണാട ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെ തെളിഞ്ഞു കാണുമോ? ഇല്ല. നമ്മുടെ പവറിനനുസരിച്ച് അത് മാറ്റണം. അതുപോലെയാ ഭക്തി. എല്ലാവർക്കും ഉണ്ട്. ഇവിടെ വന്നിരുന്നു, ഇത് കേട്ടു. പക്ഷെ എങ്ങനെ ഉണ്ടായിരിക്കണം? ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം. ഭക്തനാണെങ്കിൽ അവൻ്റെ ആത്മാവിന് പ്രകാശം കൂടുതലായിരിക്കും. ചില സന്യാസി വര്യന്മാരെയൊക്കെ നോക്കിയിട്ടുണ്ടോ? അവരുടെ കണ്ണുകളിലെ തീവ്രത നമുക്ക് കുറച്ചധികം സമയം അവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയില്ല. അവരുടെ ആത്മാവിൻ്റെ ആ പ്രകാശം നമുക്ക് മനസ്സിലാകും. ഇനി നമ്മുടെ ആത്മാവും കണ്ണിലിരിക്കുന്നുണ്ട്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ കണ്ണടച്ചിട്ടില്ലെങ്കിൽ അവരെ നോക്കൂ, ആ ആത്മാവ് അവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആത്മാവ് പ്രകാശിക്കണമെങ്കിൽ ഭക്തി ഉണ്ടായിരിക്കണം എന്ന് പറയാം. ഇനി ആ പ്രകാശിക്കുന്ന ആത്മാവ് ഉണ്ടാവാൻ, ഭക്തി ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഒരു 12 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആ വരികൾ ശ്രദ്ധിച്ചോളൂ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം. ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ. ഇനി ഭക്തി ഉണ്ടാവാൻ എന്ത് ചെയ്യണം? മൽഭക്തന്മാരോടുള്ള നിത്യസംഗമം. അതും നമ്മളെന്താ പറയാ? ആഴ്ചക്ക് ഒരു ദിവസം പോയാൽ മതി. ശക്തിയുടെ ദിവസമായ വെള്ളിയാഴ്ച ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്. മൽഭക്തന്മാരോടുള്ള നിത്യസംഗമം. അതും ഭക്തിയുള്ളവരുടെ കൂടെ, ഭക്തന്മാരുടെ കൂടെ നിത്യമായി ഒരു സംഗമം, അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? മറ്റൊന്നോ, മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും. പാദപൂജ ചെയ്യുക. ഏകാദശ്യാതിവ്രതാനുഷ്ഠാനങ്ങളും. ഏകാദശി നോൽക്കുക. ആകുലമെന്നിയേ സാധിച്ച കൊള്ളുകയും അതാ പൂജനം വന്ദനവും ഭാവനം ദാസ്യം. നല്ല പൂജനം, ഭഗവാനെ പൂജിക്കുക. പൂജിക്കുക എന്ന് പറയുമ്പോൾ ചോദിക്കുക, അയ്യോ ടീച്ചറെ ഞാൻ ബ്രാഹ്മണനല്ല, എനിക്ക് അമ്പലമില്ല, അതൊക്കെയാണ് പരാതികള്. ബ്രാഹ്മണനൊന്നും ആവണ്ട. ആരാ ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. ജ്ഞാനം നേടിയാൽ, ബ്രഹ്മജ്ഞാനം നേടിയാൽ അവൻ ബ്രാഹ്മണനായി. പൂജ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ നമ്മൾ എന്തെല്ലാം വെക്കുന്നു? ദീപം, ധൂപം, പുഷ്പം, പത്രം, ഫലം, തോയം. ഇതൊക്കെ എനിക്ക് യോ മേ ഭക്തിയാ പ്രയച്ഛതി ഗീത പറയുന്നുണ്ട്. ദീപം നിങ്ങൾ വെക്കാറുണ്ട്, ധൂപം ചന്ദനത്തിരിയോ അല്ലെങ്കിൽ കർപ്പൂരോ കത്തിക്കാറുണ്ട്. പിന്നെ പുഷ്പം ഇത്തിരി, ഒരു തട്ടിൽ 4 പുഷ്പം. ഈ കഷ്ടിൽ തുളസി കല്യാണി
ഭവാനി ഗോവിന്ദ ചരണപ്രിയേ. ആ തുളസിപ്പൂക്കൾ അവിടെ കൊണ്ടുപോയി വെക്കുക. വിളക്ക് കാണിക്കാൻ തുളസിത്തറ ഇല്ലെങ്കിൽ തുളസിയെങ്കിലും ഉണ്ടാവുമല്ലോ. പിന്നെയോ ഒരു കിണ്ടിയും വെള്ളം ശിവൂതി വെക്കുന്നില്ലേ ഇപ്പോൾ, അപ്പോൾ ആയി. പിന്നെയോ പത്രം, ഫലം തോയം വെള്ളം, ഫലം വെക്കുന്നില്ല എന്നേ ഉള്ളൂ. ദിവസേന സാധിക്കുന്നില്ലെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് തന്നെ പൂജ. നമ്മൾ അങ്ങനെ കൊണ്ടു ചെന്ന് ഭക്തിയോടെ വെക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്, ഭക്തിയ എനിക്ക് ഒരു തോയം തന്നാലും മതി, എൻ്റെ ഭക്തന് ഞാൻ തൃപ്തിയാണ് എൻ്റെ ഭക്തനിൽ നിന്നുള്ളത്. വന്ദനം, ഭഗവാനെ വന്ദിക്കുക. ഭാവനം, നന്നായി ധ്യാനിക്കുക ദാസ്യഭാവത്തോടുകൂടി. പിന്നെയോ ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കയും അതാ ബ്രാഹ്മണർക്ക് ഭോജനം നൽകുക. മൽകഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൽകഥാ പാഠശ്രവണം, എൻ്റെ കഥകൾ പാഠമായി ശ്രവിച്ചുകൊണ്ടേയിരിക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക. ചിലർ പറയും നമുക്ക് മനസ്സിലാവില്ല, ചിലർ പറയുന്നത് നന്നായി മനസ്സിലാകും. എന്തായാലും ആര് പറയുന്നു എന്ന് നോക്കാതെ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കി ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക. എന്നിട്ടൊക്കെ കുറേ കേട്ട് കഴിയുമ്പോഴോ ശ്രവണം കീർത്തനം, കീർത്തിക്കാൻ തോന്നും. മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും. 12 കാര്യങ്ങളാ. ഈ 12 കാര്യങ്ങളും ചെയ്യുന്നവൻ ഭക്തി ഉള്ളവനായി മാറും. എന്നിട്ട് പറയാ, അന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഉത്തമരിൽ ഉത്തമൻ എന്ന് പറയുന്നത് ഭക്തനാ. കാരണം ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ അങ്ങനെ എത്ര സന്തോഷത്തോടു കൂടിയ ശ്രീരാമചന്ദ്രൻ വെറും ഒരു വാനരനായ ഹനുമാനെ മാറോട് ചേർക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? പക്ഷിശ്രേഷ്ഠനായ ജടായുവിന് മോക്ഷം നൽകേണ്ടതുണ്ടായിരുന്നോ? കാരണം ഭക്തി ഉള്ളവനായി മാറിയാൽ അവനാണ് ഭക്തൻ, ഭഗവാനിലും ഉയരത്തിലാ നിൽക്കുന്നേന്നാ. അതുകൊണ്ടാ പൂന്താനത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? ഹേ ഭട്ടേരിപ്പാടേ, അങ്ങയുടെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്ക് ഇഷ്ടട്ടോ എന്ന് പറഞ്ഞില്ലേ? അപ്പോ ഒന്നും അറിയണ്ട, നാമജപം മാത്രം അറിഞ്ഞാൽ മതി. ഭക്തിയുള്ളവരാണ് ഉത്തമോത്തമന്മാർ എന്ന് പറയാ. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, ഇത് ഏറ്റവും രഹസ്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇത് ഭക്തിയില്ലാത്തവർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുത്, ഭക്തിയുള്ളവൻ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്ന് പറയാ. ഇത്രയും പറഞ്ഞിട്ട് ലക്ഷ്മണോപദേശം അവിടെ സമർപ്പിച്ചു. അതിനുശേഷമാണ് ആര് വരുന്നത്? ശൂർപ്പണഖ. ശൂർപ്പണ എന്ന് പറഞ്ഞാൽ എന്താ? മൊറ. ശൂർപ്പണഖ എന്ന് പറഞ്ഞാൽ മുറം പോലെ നഖമുള്ളവള. ഈ ശൂർപ്പണഖയും ഭക്തിയുള്ളവളാണ്. കാരണം അതുകൊണ്ടാണല്ലോ ശ്രീരാമചന്ദ്രനെ നേരിട്ട് കാണാനായത്. ഇവിടെ എല്ലാവരെയും നമ്മൾ കാണുന്ന അഗസ്ത്യമുനിക്കും ശൂർപ്പണഖയ്ക്കും ജടായുവിനും എല്ലാവർക്കും മോക്ഷ കൊടുക്കുന്നത് എന്തുകൊണ്ടാ? ഭക്തി ഉണ്ടായാൽ മതി. ഇനി വൈരബുദ്ധിയോടുകൂടി സമീപിക്കുന്ന രാക്ഷസനും മോക്ഷ കൊടുക്കുന്നത്. നോക്കൂ, ശൂർപ്പണഖ പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ. ഈ ശ്രീരാമചന്ദ്രന്റെ കാലുകളുടെ ഭംഗി, ശംഖുചക്ര, ആ ആയുധങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ടായിരുന്നു അത്ര അവൾക്ക്. അപ്പോൾ ആ പാദസൗന്ദര്യം കണ്ടിട്ട് എന്ത് ചെയ്തു? അങ്ങനെ ആ പാദം തേടി തേടി വന്ന് ആശ്രമത്തിലേക്ക് അങ്ങോട്ട് കയറി. ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോഴോ ഇതിലും വലിയ ഒരു കാഴ്ച കാണാനില്ല. നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നല്ല, ഈ ചിത്രങ്ങളിൽ കാണുന്ന രൂപം ഒന്നുമല്ല, അതുക്കും അപ്പുറാണ് എന്നാ പറയുന്നത്. കാരണം നീലമേഘ ശ്യാമ വർണ്ണനാണ്. നമ്മൾ സിക്സ് പാക്കൊക്കെ പറയില്ലേ, അതുപോലെ ക്ഷത്രിയനല്ലേ, അവരങ്ങനെ ആയോധന കലകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ശരീരം തന്നെയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രനെ, അത്രയും സുന്ദരനായ ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ, നല്ല സുന്ദരനെ കണ്ട ആർക്കും എന്താ, ഒന്ന് കല്യാണം കഴിച്ചാലേ തോന്നൂലേ, ഒന്ന് കഴിച്ചാൽ തോന്നി ഒരിക്കലും കഴിക്കും വേണ്ടാന്ന്. അപ്പോൾ അവിടെ ചെന്ന് പറയാണ്, എന്നെ നിങ്ങൾ സ്വീകരിക്കണം. അപ്പൊ എന്താ നോക്കൂ, ആ എഴുത്തച്ഛനത് എഴുതി വെച്ചിരിക്കുന്നത് നോക്കണം. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു. ഒരു കല്യാണം കഴിച്ച ആളോട് ചെന്നിട്ട് എന്നെ കല്യാണം കഴിക്കുമോ? സാധാരണ എന്താ സംഭവിക്കുക? ആണുങ്ങൾ സ്ത്രീകളുടെ ഭംഗി കണ്ടിട്ട് ഇങ്ങടാ ചോദിക്കുക അല്ലെ, പ്രൊപ്പോസൽ. ഇത് നേരെ ഓപ്പോസിറ്റാ സംഭവിച്ചത്. ഭഗവാന്റെ മഹത്വ നമ്മൾ അങ്ങോട്ട് ആശ്രയിക്കും ഭഗവാനെ, ഒന്നിട്ട് കാണേ വേണ്ടു. അപ്പൊ ചെന്നിട്ട് പറയാ എന്നെ കല്യാണം കഴിക്കണം. അപ്പോ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെ നോക്കി ആരായാലും ചിരിക്കും. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു. എന്നിട്ട് പറയാണ്, എനിക്ക് ഈ താപസ വേഷവും ധരിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നിന്നെ കല്യാണം കഴിച്ചാൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. എനിക്കാണെങ്കിലോ ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ, എനിക്കിവിടെ ഒരു ഭാര്യ ഉണ്ട്. അതുകൊണ്ട് നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും. സുന്ദരിയായ രൂപത്തിലാണ്, കാമരൂപിണിയാ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ആഗ്രഹത്തിനനുസരിച്ച് രൂപം മാറ്റാൻ കഴിവുള്ളവളാ.
സുന്ദരിയായിട്ടാണ് കയറി ചെന്നത്. അപ്പൊ പറയാ, നീ ലക്ഷ്മീ ദേവിയെ പോലെ സുന്ദരിയാണ്, എൻ്റെ ഈ താപസവേഷം ധരിച്ച് ഒരു ഭാര്യ ഉള്ളപ്പോൾ സാപത്ന്യം വളരെ ദുഃഖാണ്, അതുകൊണ്ട് ലക്ഷ്മണന്റെ അടുത്ത് ചെല്ലൂ, അവന്റെ കൂടെ ഭാര്യയൊന്നുമില്ല, അവൻ നിന്നെ കല്യാണം കഴിക്കും എന്ന്. അവിടെ ചെന്നിട്ടോ ലക്ഷ്മണനോട് പറഞ്ഞപ്പോ ലക്ഷ്മണൻ പറയാ, മന്നവനായ രാമൻ തന്നെ ദാസൻ ഞാനോ, ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. നീ ദാസിയാവേണ്ടവളൊന്നും അല്ല, എന്തൊരു സുന്ദരിയാ, അതുകൊണ്ട് ഞാൻ ശ്രീരാമചന്ദ്രന്റെ വെറും ദാസനാ, അതുകൊണ്ട് അവിടെ ചെന്ന് രാമചന്ദ്രനോട് പറയൂ, നീ നിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞാൽ നിന്നെ കല്യാണം കഴിക്കും ശ്രീരാമചന്ദ്രൻ. പന്തടിക്കും പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടടി അത്രേ. അപ്പൊ വീണ്ടും അങ്ങോട്ട് തന്നെ ചെന്നു. എത്ര ഒരു പൊട്ടത്തിയാന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം തന്നെ പറഞ്ഞത് എനിക്കൊരു ഭാര്യ ഉണ്ട്, ഞാൻ കെട്ടില്ല എന്ന്. എന്നിട്ട് പിന്നെ ആഗ്രഹം കൊണ്ട് വീണ്ടും ചെല്ലുക, എന്നെ കല്യാണം കഴിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറയാ, പിന്നെയും രഘുകുലനായകനോട് ചെന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു. അപ്പൊ പറയാണ്, ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ട് എനിക്കിപ്പോൾ. ഒരാളെ നോക്കാൻ മറ്റൊരുത്തി വേണം, ഇവളിപ്പം എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ പിന്നെയോ ലക്ഷ്മണൻ ആരുമില്ല, ഒന്ന് അവിടെ ചെല്ലൂ, നീ ശരിക്ക് പറഞ്ഞാൽ അവൻ നിന്നെ കല്യാണം കഴിക്കും. വീണ്ടും അവിടേക്ക് ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ പറയാണ്, അങ്ങനെ പറഞ്ഞു കൊടുത്തു, വരുത്തും ദൈവമൊന്നു വിചാരിച്ചാൽ. അത് നമുക്കുള്ളതാ. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ഇന്ന് 10 മണിക്ക് ഇവിടെ എത്തണം, പ്രഭാഷണം കേൾക്കണം, നടന്നില്ലേ? അത് നിങ്ങൾ ഇന്നലെ ആഗ്രഹിച്ചതല്ലേ? പലരും വിളിച്ച് ചോദിച്ചു, ടീച്ചറെ എപ്പോഴാ? 10 മണിക്കാണല്ലേ? ആ, ഞങ്ങൾ എത്താട്ടോ. അപ്പൊ എന്താ, അവരെത്രയോ വേദികൾ എൻ്റെ സത്സംഗം കുടുംബം ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രഭാഷണം കേട്ടവരാ. എന്നിട്ടും ഞാൻ എല്ലാ വേദിയിലും ഏകദേശം ഒരു കാര്യമൊക്കെ തന്നെ പറയാ, എന്നിട്ടും അവർക്കത് വീണ്ടും കേൾക്കണമെങ്കിൽ അതാണ് വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി. അപ്പൊ പറയാണ് അവള്, ഈ വീണ്ടും ചെന്നു ലക്ഷ്മണനോട് പറഞ്ഞു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തടിച്ച് അവസാനം പറയാ, എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ, നിന്നിലേ ഇല്ല ഏതൊരു കാംക്ഷയെന്നറിക നീ, നിന്നോട് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. ലക്ഷ്മണൻ പറയാ, നീ അങ്ങോട്ട് തന്നെ പോയിക്കോ. അവസാനം ദേഷ്യം വന്നു. അവിടെ ചെന്നപ്പോൾ ഇതാണ് പിന്നെയും പറഞ്ഞ ശ്രീരാമചന്ദ്രൻ, എൻ്റെ കൂടെ ദേ ജാനകി ഉണ്ട്, അപ്പൊ ഈ ജാനകി ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ കെട്ടാത്തത്. നേരെ അങ്ങോട്ട് ചെന്നു. ദേഷ്യം വന്നപ്പോഴേ രൂപം മാറിയിത്രേ. നമ്മളും ദേഷ്യം വരുമ്പോൾ നമ്മളെ രൂപമൊക്കെ മാറാറുണ്ടില്ലേ? നമ്മുടെ കാര്യങ്ങൾ തന്നെ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കണതേ. രൂപം ശരിക്കും ഭയാനകമായ രൂപത്തോടു കൂടി ജാനകിയെ പിടിച്ച് വലിക്കാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മണൻ ഓടി വന്നു. ആ വാളിങ്ങോട്ട് ഊരി മേലെ ഇങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇത്ര ഉയർന്ന് നിൽക്കണമൊക്കെ അങ്ങോട്ട് പോയിന്നാ. വാൽമീകി രാമായണത്തില് കാതും മൂക്കും പോയി എന്നേ പറയുന്നുള്ളൂ. തുഞ്ചത്താചാര്യന് ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് മൂലയും കൂടിയും പോയി എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഉയർന്ന് നിൽക്കുന്നതൊക്കെ താഴെ വീണു ഇത്രേ. ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തപ്പോൾ ഉയർന്നതൊക്കെ പോയി എന്ന് പറയാ. അങ്ങനെ സങ്കടമായി. അപ്പോ ആകെ സങ്കടമായി. ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അരുവി ഒഴുകും പോലെ ചോര വരികയാണ്. അവിടെ നിന്ന് നേരെ എങ്ങടാ ചെല്ലണത്? രാവണന്റെ പെങ്ങളല്ലേ, അവിടെ ചെന്ന് പരാതി പറയൂലോ. അപ്പൊ ഭഗവാൻ പറയാ, രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. ഭഗവാൻ പറയാണ്, ഈ ലക്ഷ്മണ, ഇനിയിപ്പോ രാവണൻ വരും, നമ്മുടെ യുദ്ധം തുടങ്ങാറായി എന്ന്. അങ്ങനെ നേരെ അങ്ങോട്ട് കയറി ചെന്നു. ഈ ചോരയൊക്കെ ഒലിപ്പിച്ച് കയറി ചെല്ലുമ്പോൾ പെങ്ങന്മാരങ്ങനെ വന്നാൽ എന്താവും അവസ്ഥ? നമ്മുടെ വീട് തന്നെ. അന്ന് ഈ അയോധ്യ മുഴുവൻ ശ്രീരാമചന്ദ്രൻ ഭരിച്ചെങ്കിൽ നമ്മളിപ്പോൾ ഈ 5 സെന്റ് ഭരിക്കാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണത് അല്ലേ? എന്തെല്ലാം അടികളാണ് നടക്കണത്. അച്ഛനും അമ്മയും അങ്ങോട്ട് മരിച്ചാലേ ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് സഹ ഉദരന്മാരാ, എന്നിട്ട് എന്തെല്ലാം വഴക്കുകളാ. എന്തെങ്കിലും കൊണ്ടുപോവോ? കുടുംബക്കാർ തമ്മിലാ തീരമുണ്ടാത്തല്ലേ? അയൽവാസികളായിട്ട് പിന്നെയും ഉണ്ടോ? അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അപ്പം നിൽക്കുന്നത്. ഇവിടെ പെങ്ങളുണ്ട് കയറി വന്നപ്പോൾ ചോദിച്ചു, എന്താ അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഘോര രൂപത്തില്? അപ്പൊ പറയാ, മർത്യന്മാർ ദശരഥപുത്രന്മാർ ഇരുവരുണ്ട്, ഉത്തമ ഗുണവാന്മാർ എത്രയും പ്രസിദ്ധന്മാർ, രാമലക്ഷ്മണന്മാർ എന്നവർക്കു നാമം ഒരു കാമിനിയുണ്ടുകൂടെ, സീത എന്നവൾക്കു പേർ. സീത എന്ന് പേരുള്ള ഒരു സ്ത്രീ, കൂടെ 2 ആൾക്കാരുണ്ട്. ദശരഥന്റെ പുത്രന്മാരാണത്രേ രാമനും ലക്ഷ്മണനും. അവരാണ് ഇന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചത്. അപ്പോ സങ്കടമായി. അപ്പൊ ഞാനൊന്നും പോകേണ്ട കാര്യം ഇപ്പൊ തന്നെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ഖരദൂഷണ തൃശിരാക്കളെ പറഞ്ഞയക്കാം. ഈ ഖരദൂഷണ തൃശിരാക്കൾ കേമന്മാരാ. 14 ആള് പോയാൽ മതി എന്ന് പറഞ്ഞു. ഈ 14 ആളെ 3.25 നാഴിക നേരം കൊണ്ട് എന്നാ പറയുന്നത്. അപ്പൊ തന്നെ അവരുടെ 14,000 തീർത്തു. ഇങ്ങനെ തീർത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് വഴി കാണിക്കാൻ ആര് പോയി കൂടെ? ശൂർപ്പണഖയും പോയി. അപ്പൊ പിന്നെ ഓടി വന്നു, രാവണനോട് പരാതി പറഞ്ഞു. അപ്പൊ പോയ ഖരദൂഷണ തൃശിരാക്കളൊക്കെ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ പറയാണ്, അവരൊക്കെ തെക്കോട്ട് പോയി എന്ന്, അതായത് മരിച്ചുപോയി. പിന്നെ പറഞ്ഞയക്കുന്നത് ആരെയെന്നറിയോ? 14,000 പടകളെയാണ്.
14 ആള് പോയാൽ നടക്കാഞ്ഞിട്ട് 14,000 പേരെ പറഞ്ഞയച്ചു. അപ്പൊ അവരെത്ര ശക്തന്മാരായിരുന്നു ആലോചിച്ച് നോക്കൂ. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. ഭയങ്കരമായ യുദ്ധം നടന്നു. അപ്പൊ ദേവന്മാരും മഹർഷീശ്വരന്മാരും ഒക്കെ ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ. രാമഭദ്രൻ ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് ദേവേന്ദ്രനും മറ്റുള്ള ദേവന്മാരും എല്ലാം ആകാശത്ത് നിന്ന് ഘോഷം മുഴക്കി. അവരുടെ യുദ്ധത്തിനിടയ്ക്ക് ഈ അഗസ്ത്യ മഹർഷി ഒരു വില്ലും ശരമൊക്കെ കൊടുത്തില്ലേ, അത് ഭഗവാൻ മുഖ്യ വൈഷ്ണവ ജാപം എടുത്ത് പ്രയോഗിച്ചു എന്ന് പറയാ. എന്തിനേറെ പറയുന്നു, ഖരദൂഷണ ത്രിശിരാക്കളാം നിശാചരവരരും 14,000 മരിച്ചിതു നാഴിക 3:45 കൊണ്ട്. 3:45 നാഴിക. അപ്പോൾ 3:45 നാഴിക പറഞ്ഞ ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവരെ 14,000 രാക്ഷസന്മാരെയും ഭഗവാൻ ശരിയാക്കി. പറയാണ് ലക്ഷ്മണനോട്, സീതാദേവിയെ ഒരു ഗുഹയിൽ വെച്ചിട്ട് അവിടെ ഇരുന്നോളൂ, ഇവരൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാന്ന്. കാരണം സർവേശ്വരനായ സർവന്തര്യാമിയായ ഭഗവാൻ എന്താ ചെയ്യാൻ പറ്റാത്തത്? അങ്ങനെ അവരെ എല്ലാം വധിച്ചു കഴിഞ്ഞു. ആ സമയത്ത് ഈ 14,000 രാവണന്റെ രാക്ഷസന്മാരും നല്ല ഒരു ശരീരം എടുത്തു. എന്നിട്ട് ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുക. കാരണം അവർ ഇതിനു മുമ്പുള്ള ജന്മത്തില് മഹാദേവനെ തപസ് ചെയ്തപ്പോൾ അവർക്ക് മോക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രനായി ഞാൻ തന്നെ അവതരിക്കും, അപ്പൊ ശിവനും വിഷ്ണു ഒക്കെ ഒന്നാന്ന് മനസ്സിലാക്കിക്കൂടെ, ആ സമയത്ത് മോക്ഷം തരാന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് മോക്ഷം കിട്ടിയപ്പോൾ അവർ സ്തുതിക്കുക. നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ സമസ്ത പാപഹാരം സേവകാഭീഷ്ടപ്രദം സമസ്തേശ്വരദയാവാരിധേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപതേ ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. ഉത്ഭവ ജനന മരണ ദുഃഖങ്ങളെ മാറ്റാൻ എന്തേ വേണ്ടു? ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളെ അങ്ങനെ ധ്യാനിക്കുക. ആ പാതാരവിന്ദങ്ങളില് രതി നമ്മൾ കണ്ടെത്തണം. ധ്യാനം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാ. അതുകൊണ്ട് ഭഗവാനെ അങ്ങോട്ട് സ്തുതിച്ചപ്പോൾ ഈ 14,000 രാക്ഷസന്മാർക്കും ശ്രീരാമചന്ദ്രൻ മോക്ഷം കൊടുത്തു. അപ്പോ ഇവരും തോറ്റു എന്ന് കണ്ടപ്പോ ശൂർപ്പണഖ അവിടെ ചെന്ന് കരയ. രാവണൻ ചോദിക്കുന്നുണ്ട്, സത്യം ചൊല്ലൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ശൂർപ്പണഖ സത്യം പറഞ്ഞില്ല. ആദ്യം ഒരു സത്യം പറയുന്നുണ്ട്. അടുത്ത പേജ് നോക്കിക്കോളൂ. ആദ്യം പറയും, ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ശ്രീരാമദേവന്റെ കൂടെയുള്ള ആ ഭാര്യയെ കണ്ടാൽ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു നാരികളില്ല. സാക്ഷാൽ ശ്രീലക്ഷ്മി ഭഗവതിയല്ലേ. അതൊരു സത്യം പറഞ്ഞു ആദ്യം. പിന്നെ ഒരു കള്ളം പറയുന്നുണ്ട്. നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ, അധർമ്മം ചെയ്താൽ അവിടെ സർവനാശമായിരിക്കും എന്ന. ഇവിടെ ഈ ശൂർപ്പണഖ ഒരു കള്ളം പറഞ്ഞതിലൂടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കണം. എന്താ പറയുന്നത്? ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. സത്യത്തിൽ അതാണോ ഉണ്ടായത്? ശ്രീരാമചന്ദ്രന്റെ ഭാര്യയെ കണ്ടപ്പോ രാവണ അങ്ങയുടെ ജ്യേഷ്ഠനോട് പറയാ, അങ്ങയുടെ ഭാര്യയാക്കാൻ ഒത്തവളാണ് എന്ന് തോന്നി, അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ തുടങ്ങി. അതാണോ ചെയ്തത്? അല്ലല്ലോ. ഞാനൊരു സുന്ദരിയായി എനിക്ക് ശ്രീരാമചന്ദ്രനെ അനുഭവിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. അതിന് തടസ്സാണ് ജാനകി എന്ന് കണ്ടപ്പോൾ അവളെ ആക്രമിക്കാൻ ചെല്ലുക ചെയ്തത്. സത്യമല്ലല്ലോ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് സത്യം. അവൾ ലക്ഷ്മി ദേവിയാണ്. ഈ ലോകത്തിൽ വേറൊരു സ്ത്രീ അതിന് തുല്യയായിട്ടില്ല. ശ്രീ ഭഗവതിക്ക് ഒക്കുവോ നമ്മൾ ആരെങ്കിലും? ഇല്ല. നമ്മളൊക്കെ വെറും വട്ടപൂജ്യം. 10 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മളെ കോലം? നല്ല സുന്ദരിയായിരുന്നു അല്ലേ? ഇപ്പം എങ്ങനെയാണോ? 10 കൊല്ലം കൂടി കഴിഞ്ഞാലോ? ഇവിടെ വന്നിരിക്കാൻ ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേ പറയുന്നുള്ളൂ. ഈ കയ്യും കാലും പറഞ്ഞാൽ കേൾക്കാത്തൊരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭസ്മമാക്കിയിടും പിണങ്ങിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. ശ്രീരാമചന്ദ്രന്റെ യുദ്ധം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ ഭസ്മമാക്കാൻ ശ്രീരാമചന്ദ്രന് കഴിവുണ്ട്. അപ്പൊ മനസ്സിലായി അത് ആരാന്നുള്ളത്. എന്നിട്ട് പറയാ, തൽസാമർത്ഥ്യങ്ങളെല്ലാം
പത്മാക്ഷിയാകും അവൾ സംഘേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. എന്തുകൊണ്ടാ ശ്രീരാമചന്ദ്രന് ഇത്രയും ശക്തി? ആ പത്മാക്ഷി, ആ ജാനകി ദേവി കൂടെ ഉള്ളത് കൊണ്ടാ. ശിവന്റെ ശക്തി പാർവതിയാണ്, ശ്രീരാമചന്ദ്രന്റെ ശക്തി സീതാദേവിയാണ്, നമ്മുടെ എല്ലാം ഭർത്താവിന്റെ ശക്തി നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഒരക്കലുണ്ടായ മാനസികമായിട്ടൊരു സുഖമില്ലാത്തതും. അപ്പൊ പറയാണ്, ആ സീതാദേവിയാണ് ശ്രീരാമചന്ദ്രന്റെ ശക്തി. ആ സീതാദേവിനെ താനിങ്ങ് കൂട്ടിക്കൊണ്ട് വന്നാലോ നിങ്ങൾക്കും ഈ വിശ്വത്തെ അരക്ഷണം കൊണ്ട് നശിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞങ്ങോട്ട് പിരികേറ്റി കൊടുക്കുക. അപ്പൊ പറയാ, ഈ രാമലക്ഷ്മണന്മാർ അവിടെ ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യാൻ കഴിയില്ല, കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? മോഹിപ്പിച്ചൊരു ജാതിമായ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോവുകയുള്ളൂ. രാമലക്ഷ്മണന്മാരെ മോഹിപ്പിച്ച് അവിടെ നിന്നും അകറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സീതാദേവിയെ കൊണ്ടുവരണം. പക്ഷെ ഇതൊക്കെ കേട്ടപ്പോ തന്നെ രാവണൻ അതിഭക്തനാണ്, കൈലാസമെടുത്ത് അമ്മാനമാടിയ ശിവന്റെ ഭക്തനാ. അപ്പോ ചിന്തിക്കാണ് ഇങ്ങനെ, വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ. ദാതാവു മുന്നം പ്രാർത്ഥിച്ചോരു കാരണമെന്നോ ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. ഇതെല്ലാം തത്വങ്ങളും അറിയുന്ന വ്യക്തിയാ രാവണൻ. രാവണൻ ചിന്തിച്ച ഇതേപോലെയാണത്ര മാരീചനും ചിന്തിക്കുക, ഇതേപോലെ ചിന്തിക്കും. രാവണൻ ചെന്നിട്ട് ഇനിയിപ്പോൾ അടുത്തത് രാവണ മാരീച സംവാദ, പോയി കൂട്ടിക്കൊണ്ട് വരണം, സീതാദേവിയെ കട്ടോണ്ട് വരാൻ സഹായിക്കണം എന്ന് പറയുമ്പോൾ ഇതേപോലെ ചിന്തിക്കുക. ഭഗവാൻ കൊന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ ആ വാളേറ്റ് മരിച്ചാൽ, അമ്പേറ്റ് മരിച്ചാൽ മോക്ഷം ഉറപ്പാണ് എന്ന്. എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞതാ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷ ബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. ചിലർക്ക് അങ്ങനെയാ, വിദ്വേഷ ബുദ്ധി കൊണ്ടാണ് മോക്ഷം കിട്ടുക. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളുടെ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അതിനു വേണ്ടി രാവണൻ മാരീചന്റെ അടുത്ത് ചെല്ലുകയാണ്. രാവണ മാരീച സംവാദം, ഇത് രണ്ടും ഭക്തന്മാരാ. അതാ രസം. എങ്ങനെയാ മാരീചൻ ഇരിക്കണത്? രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും. ആമോദത്തോടെ മരുവീടണമെങ്കിൽ എന്ത് വേണം? നാമം ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. നമുക്ക് ചിന്തകളാ, എപ്പോഴും ചിന്തകളാ. ഒരു ചിന്തയും ഇല്ലാത്തവരാരാണോ? കുട്ടികളും ജ്ഞാനവൃദ്ധന്മാരും. വൃദ്ധന്മാരെന്ന് പറയാൻ പറ്റില്ല, അവരും എന്താ, 10 കിട്ടുകിൽ 100 മതി എന്നും അല്ലെ, വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും ഇങ്ങനെ ചിന്തിച്ചിരിക്കും. പക്ഷെ ജ്ഞാനവൃദ്ധരെന്തേ ചിന്തിക്കുന്നോ? എല്ലാം ഭഗവത് പ്രസാദം. ഇന്നിവിടെ ഇങ്ങനെ ഒരു പ്രഭാഷണം കിട്ടിയതും ഭഗവത് പ്രസാദം എന്ന് വിചാരിക്കും. അങ്ങനെ രാമനാമ ജപത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഇരിക്കുന്ന മാരീചന്റെ അടുത്തേക്ക് രാവണൻ അങ്ങോട്ട് കയറി ചെല്ലുക. എന്നിട്ട് പറയാണ്, എനിക്ക് സീതാദേവിയെ കട്ടുകൊണ്ടുവരണം. അതിന് ഒരു മാരീചൻ എങ്ങനെ വേണം? ഒരു സ്വർണ്ണമാനിനെ പോലെ, വെള്ളി കൊണ്ട് നേത്രങ്ങളുള്ള സ്വർണ്ണമാനിനെ പോലെ അവിടെ ചെന്ന് രാമലക്ഷ്മണന്മാരെ അകറ്റി നിർത്തണം. അപ്പൊ പറയാ, തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, അതാ രസം. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ, നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. ഇങ്ങനെയൊക്കെ ആരാ പറഞ്ഞു തന്നത്? അത് നല്ല കാര്യം അല്ല. ഇത് പറഞ്ഞു തന്നത് തൻ്റെ നാശം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് രാവണപ്രഭു എന്ന് പറയാം. കുറെ കാലത്തിന് ശേഷം അന്തപുരത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ പേടിച്ചു ഇത്രേ, രാവണൻ ദുഷ്ടനാണ്, എന്ത് ദുഷ്ടതരത്തിനാണാവോ ഇപ്പൊ വരണേന്ന് പറയുന്ന ഒരു വരിയുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥത്തിന് മുമ്പ് മനസ്സിലായോന്നാവോ? നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിക നീ, രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണിരഥാദികൾ. രാജം, രാജാവ്, രത്നം, രമണി, രഥം, ഇതൊക്കെ ഏത് വാക്കിലാ തുടങ്ങുന്നത്? രാ. ഈ രായിൽ തുടങ്ങുന്ന എല്ലാ വരികളും എനിക്ക് പേടിയാണ് കേട്ടോ. രാമനെ ഓർത്തിട്ടുള്ള പേടി ഒരിക്കൽ ഒന്ന് അനുഭവിച്ചതാണ്. നമ്മൾ പറയില്ലേ, പച്ച ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്കെന്ന്, അതുപോലത്തെ അവസ്ഥയാണ് മാരീചന്. ഒരിക്കൽ രാമബാണം പിന്നാലെ വന്നപ്പോൾ ആശ്രയിച്ചിട്ടാണ് ഇങ്ങനെ വന്നിരുന്നത്. അപ്പൊ പറഞ്ഞു കൊടുക്കാണ്, ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ, ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. മാനുഷനല്ല രാമൻ, സാക്ഷാൽ
സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാ. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. കരുണാമയനാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? രാമനാമം ചൊല്ലിക്കൊണ്ടു ഇതിനൊന്നും പുറപ്പെടണ്ടാട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ പറയാ, മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതോ. നീ ഇപ്പൊ പറഞ്ഞു രാമനെ ആശ്രയിച്ചാൽ മതിയെന്ന്. മാത്രമല്ല എന്നെ വധിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ അവതാരെടുത്തു എന്ന്. ഞാൻ അങ്ങോട്ട് ചെന്നാൽ എന്നെ വധിക്കും. അപ്പൊ എന്നെ വധിച്ചിട്ടാ മോക്ഷമെങ്കിൽ അത് തന്നെ കിട്ടണം. അത് മാത്രം മാരീച നിനക്കറിയില്ല അല്ലേ എന്ന് പറയാ. സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ അവണ്ണമല്ലെന്നാക്കുവാനാളാരെടോ. അപ്പോഴും പോവാൻ കൂട്ടാക്കാത്ത മാരീചനോട് എൻ്റെ വാൾക്കൂണാവും, ഞാൻ ഇപ്പൊ വധിക്കുന്നു പറഞ്ഞപ്പോ വിചാരിക്കുകയാണ്, നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ. ഭഗവാന്റെ ശരം ഏറ്റു മരിച്ചാലും മതി, മോക്ഷാണ് എന്നാ. ആദ്യം തന്നെ ആർക്കാ? ലേഡീസ് ഫസ്റ്റ് അല്ലെ? ആദ്യം തന്നെ സ്ത്രീനെ വധിക്കണ. ശരിക്കും സ്ത്രീയെ വധിക്കരുത്, ബ്രഹ്മഹത്യ പാപാന്നാ പറയാ. പക്ഷെ ആദ്യം തന്നെ ആരെ വധിച്ചത്? കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. താടകയ്ക്കാ മോക്ഷം കൊടുത്തത്. കൃഷ്ണനാർക്കാ മോക്ഷം കൊടുത്തത്? പൂതനയ്ക്കാ മോക്ഷം കൊടുത്തത്. അതെ, ഇവിടെ പറയാ, രാവണ വിജേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ ഏകാന്തേ കാന്തേ കേൾനീ. രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ. ഹേ ജനകാത്മജേ, ഇപ്പോ ആര് വരും? രാവണൻ ഇവിടെ വരും. അതിന് ഭിക്ഷുരൂപത്തെ പൂണ്ടാണ് വരിക. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പറയാണ് ജാനകീദേവിയോട്, മായാസീതയെ പർണശാലയിൽ നിർത്തിയിട്ട് അഗ്നിമണ്ഡലത്തിൽ യഥാർത്ഥ ലക്ഷ്മി ദേവിയെ മറച്ചു വെക്കണം എന്ന്. അപ്പൊ രാവണൻ ആരെ തൊട്ടു? ആരെയും തൊട്ടില്ല. തൊട്ടുകൂടുവോ ഹരിഭക്തി പത്നിയെ ശശത്തിന് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ മാരീചൻ അങ്ങോട്ട് പോവുകയാണ്. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. പർണശാലയിൽ നിൽക്കുന്ന മായാസീത രാമദേവനോട് പറയാ, ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. ഹേ ശ്രീരാമചന്ദ്ര, കല്യാണം കഴിഞ്ഞ സമയത്തെ ഭാര്യ എന്ത് പറഞ്ഞാലും ഭർത്താവ് നടത്തി കൊടുക്കൂത്രേ അല്ലെ. ആ പാലം വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ അതിനൊന്ന് ശ്രമിക്കുന്ന പറയാ. അപ്പോ ശ്രീരാമചന്ദ്രനോട് പറയുമ്പോ ശ്രീരാമചന്ദ്രൻ അറിയാഞ്ഞിട്ടാണോ സ്വർണം കൊണ്ടൊരു മാനില്ല എന്നുള്ളത്? ഒന്നും ചിന്തിച്ചില്ല. ലക്ഷ്മണ നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞ് വില്ലും ചരമൊക്കെ എടുത്ത് ഒറ്റ പോക്ക. അപ്പോ ശ്രീരാമചന്ദ്രൻ പോയി. എന്തായാലും ഏട്ടനൊന്നും കാണാതെ പോവില്ലല്ലോ, അവിടെ കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴോ തുള്ളിച്ചാടിപ്പോകുന്ന മാനിനെ ശ്രീരാമചന്ദ്രന് മനസ്സിലായി ഇത് ശരിക്കും ഒരു മാനല്ല എന്ന്. അമ്പ ചെയ്ത സമയത്ത് ലോകത്തിലെ ആദ്യത്തെ മിമിക്രിക്കാരനെ നമുക്ക് രാമായണത്തിൽ കാണാം. ആരാ? മാരീചൻ. എന്താ പറഞ്ഞ്? ശ്രീരാമചന്ദ്രന്റെ ശബ്ദത്തിൽ, ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ഹാ ഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. രാമൻ കരയുന്നത് പോലെ ഒരൊറ്റ കരച്ചില. അപ്പൊ ചോദിച്ചു സീതാദേവി, അതെ ശ്രീരാമചന്ദ്രന്റെ ശബ്ദമല്ലേ കേൾക്കുന്ന ലക്ഷ്മണ, ഓടിച്ചെന്ന് രക്ഷിക്കൂ. അപ്പൊ പറയുന്നുണ്ട്, ചോദിക്കുന്നത് എന്താ? അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീലയോ ഭവാൻ? ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണാമടിയാതേന്ന്. അപ്പൊ പറയുന്നുണ്ട്, ഏയ് ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല, രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും. നമ്മുടെ ജ്യേഷ്ഠന് ഒരിക്കലും കരച്ചിൽ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് രാത്രിചാരികളുടെ മായയാണ്, അതിൽ വിഷമിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴോ ശ്രീരാമചന്ദ്രനാണ് കരയുന്നത് എന്ന് തന്നെ സീതാദേവി വിശ്വസിച്ചു. എന്നിട്ട് ദേഷ്യപ്പെടുക. നമ്മളെപ്പോഴും വിചാരിക്കും, ലക്ഷ്മി ദേവി ഈ ഭൂമിയിൽ അവതാരമെടുത്തിട്ട് ഇത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചില്ലേ, എന്താ അതിന് കാരണം? നമുക്കൊക്കെ ഇതാ ചോദ്യം, എന്താ എനിക്ക് ഇത്രയും വിഷമം? സാക്ഷാൽ ശ്രീ ഭഗവതി പോലും അവതരിച്ചിട്ട്
വിഷമങ്ങളായിരുന്നു. എത്ര സമയമാണ് നമ്മൾ ചിരിക്കാറുള്ള രാവിലെ ആയാലേ? ചിരി നല്ലൊരു ചികിത്സയാണ്, നമ്മൾ ചിരിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാ? കേവലം മനുഷ്യരായ നമ്മൾ സുഖം അനുഭവിക്കാനല്ല ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിനാ? നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടണമെങ്കിൽ ഭക്തി ഉണ്ടാവണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ പക്ഷേ ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ഈ ഒരു ദേഷ്യപ്പെടൽ മാത്രം. അതുകൊണ്ടാണ് ദേഷ്യപ്പെടരുതേ പറയുന്നത്. അപ്പോൾ ആ ഒരു നിമിഷം സീതാദേവി വളരെ പരുഷമായി ആരോട് സംസാരിച്ചു? ലക്ഷ്മണനോട്. എന്താ പറയുന്നതെന്നറിയോ? രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. ഭരതന്റെ ആശ എന്താ? രാമൻ നശിക്കണമെന്ന. ആ ഭാഗത്ത് നിൽക്കുന്ന നിന്നെ ഞാൻ വിശ്വസിച്ചത് തെറ്റായി പോയല്ലോ ലക്ഷ്മണ. എന്നിട്ട് പറയാ, ഇന്നുമേ നിനക്കെന്നെ കണ്ടുകിട്ടുകയില്ല, നിനക്കെന്നെ ഒരിക്കലും കിട്ടില്ല, നിനക്കെന്നെ ഭാര്യയാക്കി വെക്കാനും കഴിയില്ല. ഇങ്ങനെ വളരെ പരുഷമായി സംസാരിക്കുമ്പോൾ സങ്കടം വന്നു. ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായി ലക്ഷ്മണൻ. അപ്പൊ പറയാ, നിനക്കോ നാശമടുത്തിരിക്കും നിതുപാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. അത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. എല്ലാ നാരികളെയും അതിൽ പറയണ്ട അല്ലേ? ലക്ഷ്മി, ഭഗവതിയും ഭദ്രകാളിയും നമ്മളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് പറയാ, ഇത്രയും ക്രൂരമായിട്ട് അമ്മയെ പോലെ കാണണമെന്നാ സുമിത്രാദേവി പറഞ്ഞു കൊടുത്തത് അല്ലേ? സുമിത്രയുടെ ഇരട്ടകളിൽ ഒന്നാണ് ലക്ഷ്മണൻ. മറ്റൊന്ന് പറഞ്ഞു, അച്ഛനെ പോലെ കാണണം. അയോധ്യ അടവിം വിദ്യം, അയോധ്യയെ എങ്ങനെ കാണാം? അയോധ്യയെ പോലെ അടവിയെ കാണണം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ? കാത് രണ്ടും അങ്ങോട്ട് പൊത്തിയിത്രേ. എന്നിട്ട് പറയാ, വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ മനുവംശാദീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. ഹേ വനദേവതമാരെ കാത്തോളണേ എന്നും പറഞ്ഞ് സൗമിത്രി അങ്ങോട്ട് പോവുകയാണ്. ആരെ തെരഞ്ഞ്? ജ്യേഷ്ഠനെ തെരഞ്ഞിട്ട്. ഇനി സീതനെ കൊണ്ടുപോവാണ്. ആ സമയത്ത് ആര് വന്നു? അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്തനായി അവതരിച്ചിടിനാനവനിയിൽ. കാമാർത്തി പൂണ്ടു എന്നാ പറയുന്നത് ഇവളുടെ വർണ്ണന കേട്ടപ്പോഴേ ശൂർപ്പണഖയുടെ. അതുകൊണ്ട് തന്നെ സുന്ദരനായി അവിടെ വന്നു. ആ വന്ന് നിന്നിട്ട് പറയാ, കമലവിലോചനെ കമനീയാങ്കിനീയാരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. വളരെ അനുനയത്തിലാണ് പറഞ്ഞതൊക്കെ. സീതാദേവി അർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്ത് ഒരു സന്യാസി വേഷത്തിലല്ലേ വർണ്ണശാലയിൽ കയറ്റിയിരുത്തി. അങ്ങനെ ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ സീതാദേവി പറഞ്ഞു, ഞാനിങ്ങനെ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രന്റെ ഭാര്യയാണ്, എൻ്റെ കൂടെ ലക്ഷ്മണനും വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറയാ, ഈ കാട്ടില് ഇത്രയും സുന്ദരിയായ നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? രാമനാണെങ്കിലോ ജടാവൽക്കലധാരിയായി ഒരു സന്യാസിയായിട്ടാ നടക്കണേ. എൻ്റെ കൂടെ പോന്നോളൂ, എല്ലാം കൊണ്ടും നിനക്ക് സുഖം തരാന്ന്. അപ്പോ പറയാണ്, നിന്റെ നാശത്തിന് ഇത് തന്നെയാണ് കാരണം എന്ന്. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന് കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇതു നൂനം. അവിടെ തീരുമാനമായി എന്ന രാവണന്റെ കാര്യം. നിനക്ക് ഹരിപത്നിയെ വേണമെന്ന് നീ ആഗ്രഹിച്ചില്ലേ? അതുകൊണ്ട് നിനക്ക് തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന്, നിന്റെ അവസാനം രാമബാണങ്ങൾ കൊണ്ട് തന്നെയാണ് ട്ടോ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞപ്പോ ദേഷ്യം വന്നു, പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ആ സമയത്താണ് ജഡായു വരുന്നത്. അതിനു മുമ്പ് എന്നെ രക്ഷിക്കാൻ ആരും ഇല്ല എന്ന് തോന്നിയപ്പോ വേഗം ഈ ആഭരണങ്ങൾ അഴിച്ച് എന്ത് ചെയ്തു? ആഭരണങ്ങളൊക്കെ ദാനം ചെയ്തില്ലേ, പിന്നെ എങ്ങനെയാ ആഭരണം കിട്ടിയെന്ന് ചോദിക്കും. അനസൂയ അത്രി മഹർഷി എന്ന് അനസൂയ കുറച്ച് ആഭരണമൊക്കെ കൊടുത്തിരുന്നു. എന്താ അനസൂയ പറയുന്നത്? സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. ആ സമയത്ത് അംഗരാഗവും പട്ടുവസ്ത്രവും ആഭരണമൊക്കെ കൊടുത്തു. ഈ ആഭരണങ്ങൾ ഉരി ഉത്തരീയം കീറി അതിൽ കെട്ടിയിട്ട് എന്ത് ചെയ്തു? 5 വാനരന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ താഴേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. അവരെ എന്ത് ആഗ്രഹിക്കുകയും ചെയ്തു? അത് ഇട്ടുകൊടുത്തു. തിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് അവിടേക്ക് പോകുന്നു മൂഢാത്മാവേ. അപ്പോ ജഡായു വരുന്ന ആ സമയത്ത്, ആ ജഡായു വരുന്ന അതിന് ശേഷമാണ് അത് കേട്ടോ. ജഡായു എന്ത് ചെയ്തു? നിനക്ക് ഞാൻ സഹായം ചെയ്യാന്ന് ശ്രീരാമചന്ദ്രനോട് വാക്ക് കൊടുത്തതാ. അങ്ങോട്ട് വന്നു. മമ സ്വാമിയെ
തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂഢാത്മാവേ? എൻ്റെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പത്നിയെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നേന്ന് ചോദിച്ച് ഈ വലിയ ചിറകുകൾ വീശി അദ്ദേഹത്തിൻ്റെ തേര് തകർത്തു. അങ്ങനെ അശ്വങ്ങളെ താഴെ വീഴ്ത്തി. പക്ഷേ ചന്ദ്രഹാസം എടുത്ത് ആർക്ക് നേരെ പ്രയോഗിച്ചു? ജടായുവിൻ്റെ. പക്ഷികൾക്ക് പക്ഷമാണ്, ചിറകുകളാണല്ലോ വലുത്. ആ ചിറകുകൾ അരിഞ്ഞതും പക്ഷമറ്റ് അവൻ താഴെ വീണു. അപ്പോഴാണ് സീതാദേവി അനുഗ്രഹിക്കുന്നത്. ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായെന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി. എൻ്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രനെ കണ്ട് എന്നെ കട്ടുകൊണ്ടുപോയത് രാവണനാണെന്ന് അറിയിക്കുന്നത് വരെ നിന്റെ ജീവൻ പോവില്ല എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് വീണ്ടും അയ്യോ രാഘവ എന്ന് വിളിച്ചങ്ങനെ കരയാൻ തുടങ്ങി. അതിനുശേഷം പോകുമ്പോഴാണ് ഈ ആഭരണങ്ങൾ വിഭൂഷണ സഞ്ചയം, അതായത് ആഭരണങ്ങൾ അഴിച്ച് ഒരു ഉത്തരീയത്തിൻ്റെ ഒരു കഷ്ണത്തിൽ കെട്ടി താഴേക്ക് വാനരന്മാർക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് പ്രാർത്ഥിക്കാണ്, രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്നകതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. അങ്ങനെ അവസാനം പറയാണ് എഴുത്തച്ഛൻ, മായാസങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തൂ. ഇത് നമ്മളെ സമാശ്വസിപ്പിക്കാം. ഈ രാമായണമൊക്കെ നിവർത്തി വെച്ച് വായിക്കാൻ തുടങ്ങിയ ആരാന്നോ? കുറച്ചൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണേ. അല്ലാത്തവരെന്ത് ചെയ്യും? ജ്യോതിഷൻ്റെ എടുത്തിക്കാണ്ട് ഓടും. അവിടെ ചെന്നാലോ അവിടെ അത്ര ഇപ്പോൾ വഴിപാടാ. അമ്പലംകാരും കൂടി തയ്യപ്പാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ വഴിപാട് കഴിച്ചോളൂ. ഇവിടെ നമ്മൾ ഈ വഴിപാടാണത്, വെറും വഴിപാടാണ്. വഴിപാട് കഴിക്കണ്ടെന്നല്ല. പക്ഷേ ആരെങ്കിലും നിങ്ങളോട് ആ സഹസ്രനാമം എടുത്തു വെച്ചിട്ടൊരു രാവിലെ എന്നും 7 മണിക്കാണ് ചൊല്ലിക്കോളൂ എന്ന് പറയുന്നുണ്ടോ? അദ്ദേഹമാണ് ഭക്തൻ. നിങ്ങൾ എന്നും ഒരേ സമയത്ത് ഇവിടെ വന്നിരുന്നിട്ട് ശ്രീഭദ്രയുടെ മുൻപിൽ ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നങ്ങോട്ട് ചൊല്ലിക്കോളൂ, വേറൊരു വിഷമവും ഉണ്ടാവില്ല. ഇവിടെ മായാസങ്കടം മനുഷ്യജന്മത്തിങ്കൽ ആർക്കില്ലാത്തു. വിഷമങ്ങളുള്ള ഒരു വ്യക്തി രാമായണം എടുത്തു വെച്ച് വായിക്കുമ്പോൾ ഇതിലും വലിയ ഒരു സന്തോഷം വേറെ ഉണ്ടോ? മനുഷ്യനായി കഴിഞ്ഞാൽ മായാസങ്കടം ഉണ്ടായിരിക്കും. ഇത് തന്നെയല്ലേ ജ്ഞാനപ്പാന എടുക്കുമ്പോൾ കാണുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. കുട്ടികളില്ലാത്തവർക്ക് ഇതിൽ വായിക്കുമ്പോൾ അതിലും വലിയൊരു സുഖം വേറുണ്ടോ? കൃഷ്ണന്റെ ചിത്രങ്ങൾ ആ ചുണ്ടിങ്ങനെ പിളർത്തി നിന്നുകൊണ്ട് ഒമള ചുണ്ടു പീളുക്കി നിന്നിടുമ്പോൾ ഒമനിച്ചിടുവാൻ തോന്നുമത്രേ. ആ ഒരു ചിത്രം പോരെ? ഇതിലും വലിയ ഒരു ഉണ്ണിക്കണ്ണനെ നമുക്ക് വേറെ വേണോ? അങ്ങനെ സമാശ്വാസിപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് എഴുതി വെച്ചിരിക്കുന്നു? മായാസങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തു. ഇനി സീതാന്വേഷണം. ആളെ ബാക്കി പറയാം. ഹരേ നാരായണ. ഇനി ഇതുവരെ ഇപ്പോൾ രാമായണമൊക്കെ കേട്ടു. ഇപ്പോൾ എന്തിനാ ഈ പുരാണങ്ങൾ ഇങ്ങനെ കേൾക്കണേ? പുരാ അഭിനവം. പഴയതാണെങ്കിലും അതിൽ പുതുമയുണ്ട്. ഈ ജന്മം ഇങ്ങനെ കിട്ടി. മനുഷ്യരൂപേണ മൃഗം ചരന്തി എന്നാണ് ശങ്കരാചാര്യസ്വാമി പറയുന്നത്. മനുഷ്യന്റെ ഒരു രൂപം എടുത്ത് നാമം ചൊല്ലാതെ ഗ്രന്ഥങ്ങൾ വായിക്കാതെ ജീവിച്ചാൽ മൃഗത്തിൻ്റെ ജീവന് തുല്യ, ജീവിതത്തിന് തുല്യ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാമജപം, ഗ്രന്ഥപാരായണം വേണം. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹൈന്ദവ ഭവനങ്ങളിൽ അധ്യാത്മരാമായണം പാടിക്കൊണ്ടിരിക്കുന്നു. ഇതിലുള്ള വേദാർത്ഥങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യാനാണ് ഭക്തി പ്രഭാഷണങ്ങൾ വയ്ക്കുന്നത്. ഇനി നാളെ സീതാന്വേഷണം മുതൽ പറയാം. ഇന്ന് പറഞ്ഞതിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് അഗസ്ത്യ മഹർഷി പറയുന്നത്, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. മായയിൽ മുങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഭഗവത് സ്മരണയോടുകൂടി ഈശ്വര കഥകൾ അങ്ങനെ കേട്ട് ജീവിക്കണം. മറ്റൊന്ന് ലക്ഷ്മണോപദേശത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ ഭജിക്കാൻ ഭക്തനാവണമെങ്കിൽ എന്തേ വേണ്ടൂ? ഭക്തനാവണമെങ്കിൽ കഥാശ്രവണം, എന്നെ പോലെ സജ്ജനങ്ങളുമായി സംഗമം, ഏകാദശിയാദി വ്രതം, ഇങ്ങനെ 12 കാര്യങ്ങളും പറയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം എന്നാണ് ഗ്രന്ഥം പറയുന്നത് എന്ന് മനസ്സിലാക്കി. ഇന്ന് വന്നവർ ചിലപ്പോൾ നാളെ വന്നോളണം എന്നില്ല.
വെറുതെ രാമായണം അധരവ്യായാമമായി വായിക്കാതെ അതിലുള്ള വേദാർത്ഥ തത്വം വിചാരം ചെയ്ത് ഈ കിട്ടിയ മനുഷ്യജന്മം ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ആത്മാനുഭൂതി അനുഭവിക്കുക. ഇപ്പം ഇത്ര 2 മണിക്കൂറായില്ലേ, പറഞ്ഞിട്ട് എനിക്കും മതിയായില്ല, കേട്ടിട്ട് നിങ്ങൾക്കും മതിയായില്ല. അപ്പോൾ അതാണ് ഈശ്വര കഥകളുടെ മഹിമ. ഇത് എല്ലാ വർഷവും നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നും നിങ്ങൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര കേട്ടാലും പറഞ്ഞാലും മതിയാവാത്ത ഒരൗഷധം, ദിവ്യ ഔഷധമാണ് ഈശ്വര കഥകൾ. അപ്പോൾ അത് ഒരുപാട് കേൾക്കാൻ നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഏത് യജ്ഞം നടത്തിയാലും അതിൽ ചുതി ഉണ്ടാവുന്ന, കാരണം നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പോൾ എന്ത് ചുതി ഉണ്ടായാലും ഇതൊരു ജ്ഞാനയജ്ഞ. കലികാലത്തിൽ ഏറ്റവും എളുപ്പം നമുക്ക് മോക്ഷം കിട്ടാൻ ജ്ഞാനയജ്ഞം, നാമജപം മദീന, കഥകൾ പറയുക, കേൾക്കുക, ഇത്രേ വേണ്ടൂ. ഇതിനു മുമ്പുള്ള 3 യുഗങ്ങളിലും എന്ത് വേണം? കഠിനമായ തപസ്, യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഹോമങ്ങൾ ഒക്കെ വേണമായിരുന്നു. ഇത് ജ്ഞാനയജ്ഞ. ജ്ഞാനയജ്ഞാണ് ശരിക്കും നടത്തേണ്ടത്. മഹായജ്ഞാണത്, അശ്വമേധയാഗത്തിന് തുല്യ. ഈ യജ്ഞം നമ്മൾ ഭഗവതിയുടെ കാൽക്കലണ്ട് സമർപ്പിച്ചാലോ നമുക്ക് കർമ്മഫലം അനുഭവിക്കേണ്ട. എന്ത് ചെയ്താലും ഒരു ചിന്തയ്ക്ക് പോലും കർമ്മഫലം ഉണ്ടെന്നാ. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യങ്ങളും പാപങ്ങളും ഭഗവതിയുടെ കാൽക്കീഴിൽ അങ്ങോട്ട് സമർപ്പിച്ചാൽ പിന്നെ എന്ത് വേണ്ട? യാതൊരുവിധ കർമ്മഫലവും അനുഭവിക്കേണ്ട. അപ്പോൾ യജ്ഞം സമർപ്പിക്കുകയാണ്. സർവം ഞാൻ ജഗദംബികയുടെ കീഴിൽ സമർപ്പിക്കുകയാണ്. ഹരേ നാരായണ. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹ്യരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലിനിഗ്രഹം സമുദ്രതരണം ലങ്കാപുരിദഹനം പശ്ചാൽ രാവണ കുംഭകർണമഥനം ഏതസ്യ രാമായണം. കല്യാണശീലതപ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ പാലിത കൊണ്ടിതാനും എല്ലാം പുറത്തു മമ സങ്കടമാശു തീർപ്പാൻ വില്വാദ്രിനാഥ കരുണാകര രാമചന്ദ്ര. ആദിത്യൻ എൻ്റെ ഹൃദയത്തിൽ ഇരുട്ടുപോകാൻ ജ്യോതിസ്സു പോലെ ഹരി എന്നിവ 2 നാമം ബോധിച്ചു തന്ന ഗുരുവിൻ്റെ പാദദ്വയത്തിൽ ഭാവിച്ചു ഞാൻ മലരിട്ടിത കുമ്പിടുന്നേൻ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിർ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ഹരി തത്സത്.